എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം സോറിയാസിസ്, എക്സീമ, വെള്ളപ്പാണ്ട്, ചർമ്മരോഗങ്ങൾ. ആദ്യമായിട്ട് ഡോക്ടർ ജോളിയോട് ചോദിക്കാനുള്ളത്, ഈ സോറിയാസിസ് എന്ന് പറയുന്നത് ശരിക്കും എങ്ങനെയാണ് ആദ്യം തിരിച്ചറിയുന്നത്? പല ടൈപ്പ് ചർമ്മരോഗങ്ങളുണ്ടല്ലോ, എങ്ങനെയാണ് ഒരു പേഷ്യന്റിന് അത് തിരിച്ചറിയാൻ പറ്റുക? ചർമ്മരോഗങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി നമുക്ക് ഒരു 2 or 3 രീതിയായിട്ട് എടുക്കാം. അതിൽ ഒന്ന് ഇൻഫെക്ഷൻസാണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും വേദനയും ചുമപ്പും ഒക്കെ കൂടെ വന്ന് ഇങ്ങനെ ഒരു പസ്റ്റ്യൂള്, അതായത് പഴുപ്പ് പോലെ വരികയാണെങ്കിൽ അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം ഇൻഫെക്ഷൻ ആണെന്ന്. പിന്നെ ഉള്ളത് അലർജി കൊണ്ട് ചൊറിഞ്ഞ് തടിച്ചു വരിക, അതിങ്ങനെ തടിച്ചു വന്നിട്ട് പോവുക. അപ്പം നമുക്ക് എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി വരുന്ന അലർജി ആകാം. ബാക്കിയുള്ളതെല്ലാം ഒരു അലർജി തന്നെ ഒരു ഇമ്മ്യൂണിറ്റിയിലെ പ്രശ്നമാണ്. പിന്നെ ഉള്ളത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആണ്. അത് ഇപ്പോൾ സോറിയാസിസ് എന്നുള്ള ഫോമിൽ വരാം, എക്സീമ എന്നുള്ള നിലയിൽ വരാം. ഒരു ലോക്കലൈസ്ഡ് എക്സീമ അല്ലെ ഡെർമറ്റൈറ്റിസ് പോലെ, ഒരു ടോപ്പിക് ഡെർമറ്റൈറ്റിസ് പോലെ വരുന്നതാണ് ചിലപ്പോൾ നമ്മൾ കോണ്ടാക്ട് അലർജി എന്ന് പറയുമല്ലോ. ചില ചെരുപ്പിടുക, അല്ലെങ്കിൽ ലേഡീസിന് ഈ കമ്മലൊക്കെ ഇടുന്നവർക്ക് അതിനോടുള്ള അലർജി വരാം. അങ്ങനെ നമ്മൾ കോണ്ടാക്ട് അലർജി പോലെ വരും. എല്ലാം സ്കിന്നിന് വരുന്ന കാര്യങ്ങളാണല്ലോ. പിന്നെ ഉള്ളത് ഇൻഫെക്ഷൻ വരാം, അലർജി അല്ലെ ഓട്ടോഇമ്യൂൺ ഡിസീസ് വരാം, പിന്നെ ക്യാൻസർ. ഈ ഗ്രൂപ്പിലാണ് എല്ലാം പെടുന്നത്. അതിൽ ഓട്ടോഇമ്യൂൺ ഡിസീസ് പല ഫോമാറ്റിൽ കാണിക്കും, ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്ത് അത് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് നമ്മളുടെ സ്കിന്നിൽ ചില വിഷാംശം അടിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ സ്ട്രക്ചറിൽ തന്നെ ചില വ്യത്യാസങ്ങൾ വരികയോ ചെയ്യുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമ്മുടെ സെല്ലിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് ഫാസ്റ്റ് ആക്കും. ഈ സോറിയാസിസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഗ്രോത്ത് ഫാസ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പൊടി പോലെ വരും. യൂഷ്വലി അത് തലയിലായിരിക്കും, മിക്കവർക്കും പേരിലും കൂടുതൽ വരുന്നത് തലയിലായിരിക്കും. അപ്പം തലയിൽ താരൻ എന്നായിരിക്കും ആദ്യം തുടങ്ങുമ്പം ചിന്തിക്കുക. അത് കഴിഞ്ഞ് വരുമ്പം കുറച്ച് കഴിയുമ്പോഴേക്കും അത് കട്ടിപ്പ് പോലെ പിടിക്കുക. താരൻ പോലെ നിനക്കുള്ള പൊളിഞ്ഞു പോകുന്ന കൂടാതെ അവിടെ കട്ടിയായിട്ട് ഇതൊക്കെ വരാൻ തുടങ്ങും. പിന്നെ ചിലർക്ക് കയ്യിൽ, കാലിൻ്റെ വിരലുകളിൽ മാത്രമാവില്ല, ഹോൾ ബോഡിയും കാണാറുണ്ട്. അത് ഡിഫറെൻറ്റ് രീതിയിൽ വരാൻ കുറച്ച് കഴിയുമ്പോഴേക്കും ചിലരുടെയൊക്കെ ഇങ്ങനെ സ്കിന്ന് തന്നെ പൊളിഞ്ഞു പോകും മാത്രമല്ല, ഒരുതരം റെഡിഷ് ആയിട്ടിരിക്കും. അങ്ങനെ പൊളിഞ്ഞങ്ങ് കൂടുതൽ ഡെപ്തിലേക്ക് വരുമ്പോൾ പിന്നെ ആർത്രൈറ്റിസ്, നെയിൽസിന് ഡാമേജ് വന്നു തുടങ്ങും. അത് എക്സ്റ്റെൻഡ് കൂടി വരികയോ ഒക്കെ ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ മോർ സിവിയർ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ സോറിയാറ്റിക് ആർത്രൈറ്റിസിലേക്ക് പോകുന്നവരും ഉണ്ടാവും. ഈ സോറിയാസിസിന്റെ കാര്യത്തിൽ പലപ്പോഴും പറയുന്നത്, കുറേ വർഷങ്ങൾക്ക് ഈ സോറിയാസിസിന്റെ പ്രശ്നമൊന്നും ഇല്ലാതെ ഇരുന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും ആയിട്ട് ഇതങ്ങ് തുടങ്ങുന്നത് പലപ്പോഴും എന്തെങ്കിലും ഒരു ട്രിഗർ ആയിരിക്കും എന്നാണ്. അങ്ങനെ ഒരു ട്രിഗർ കാരണം ഈ സോറിയാസിസ് വരുന്നത് അതെന്തുകൊണ്ടാണ്? ശരിക്കും വല്ല ഈ നമ്മളുടെ ഇമ്മ്യൂണിറ്റി ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? യെസ്, ട്രിഗർ നമ്മളുടെ സോറിയാസിസിൻ്റെ കാരണം തന്നെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു ഡീറെയിൽഡായി അവർ അബ്നോർമലി ബിഹേവ് ചെയ്യുമ്പോഴാണ്. അപ്പം നമ്മൾ അത് ഏറ്റവും ഒരു സ്ട്രെസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാം, നമ്മൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വരാം. ചിലപ്പം ഈ ഈവൻ ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ, വൈറസ് നമുക്കൊരു ഇപ്പോൾ പലരും പറയുന്നുണ്ട് കോവിഡ് വന്നു കഴിയുമ്പോൾ റീആക്ടിവേറ്റഡ് ആകാം, അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ റീആക്ടിവേറ്റഡ് ആകാം. ഇല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ എന്തെങ്കിലും നമ്മളുടെ ആരെങ്കിലും പ്രിയപ്പെട്ടവരാരെങ്കിലും പെട്ടെന്ന് മരിച്ചു പോവോ, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ട്രബിൾ വരുന്നു, ഭയങ്കര സ്ട്രെസ്സിലേക്ക് പോവോ, അല്ലെങ്കിൽ മക്കളുടെ ഇപ്പം പേരൻസ് ഒക്കെ ആണെങ്കിൽ മക്കളുടെ ഫാമിലിയിലെയോ അങ്ങനെ നമ്മൾ ക്ലോസ് ആയിട്ടുള്ള സ്വന്തം ഫാമിലിയിലോ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ളവരുടെ ഫാമിലിയിലോ ഒക്കെ ഓരോ സ്ട്രെസ് വരുമ്പോൾ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് ഇത് അക്യുവേറ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് ഫുഡാണ്. അപ്പം നമ്മൾ തെറ്റിയ ഫുഡ്, നമ്മൾ കുറേ നാളൊക്കെ നല്ല എക്സസൈസും എല്ലാം ചെയ്ത് നല്ല കറക്റ്റായിട്ട് നോക്കിയിട്ട് പിന്നെ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ചെയ്ത് കുറച്ച് വെയിറ്റ് ഗെയിൻ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെയും കൂടി വരാം. അങ്ങനെ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വേരിയേഷൻ വരുത്തുന്ന എന്ത് കാര്യങ്ങൾ വന്നാലും, അതല്ലേ വേറെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും അസുഖം അതിൻ്റെ കൂടെ കയറി വന്നാലോ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ, ഈവൻ ചില മെഡിസിൻസ് എടുത്ത് കഴിയുമ്പോഴൊക്കെ ഇത് അഗ്രവേറ്റഡ് ആയി ഒരു റെക്കറൻസ് പോലെ വീണ്ടും വരുന്ന പോലെ, അല്ലെങ്കിൽ ഒരു
അങ്ങനത്തെ അതായത് വീണ്ടും വരുന്നത് പോലെയുള്ളത് വരാൻ കുറഞ്ഞു നിന്ന് വെച്ചിട്ട് പിന്നെയും കൂടുക വരാവുന്നതേ ഉള്ളൂ. ഈ സോറിയാസിസ് ഉള്ള പലർക്കും അതേ സമയത്ത് തന്നെ വേറെ ഈ ക്രോണിക് ആയിട്ടുള്ള മാരാരോഗങ്ങൾ പോലത്തത് കാണാറുണ്ട്. ചിലർക്ക് ഡയബറ്റീസ് ആയിരിക്കാം, ചിലർക്ക് പ്രഷർ ആയിരിക്കാം, ചിലർക്ക് വേറെ ഏതെങ്കിലും ഇതേപോലത്തെ ആസ്മയം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവാം. അപ്പം ഈ സോറിയാസിസിനും ഈ അസുഖങ്ങൾക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് കാരണമാണോ മറ്റേത്? ഡെഫിനറ്റ്ലി ഓരോ രോഗം ഒരു അസുഖം ഉള്ളവർക്ക് മറ്റൊരു അസുഖം വരാൻ ചാൻസ് കൂടുതലാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു അസുഖം വരുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഓൾറെഡി തെറ്റി. അവിടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ ഒരു അസുഖം വരുന്നത് തന്നെ. ഇപ്പം ഓൾറെഡി ഒരു സോറിയാസിസോ അങ്ങനത്തെ എന്തെങ്കിലും സ്കിൻ ഡിസീസ് കുറേശ്ശെ നിൽക്കുന്ന ഒരാൾക്ക് ഡയബറ്റീസും കൂടെ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഡയബറ്റീസിൻ്റെ മരുന്നും കൂടെ എടുക്കാൻ തുടങ്ങും. അപ്പോൾ വീണ്ടും ഡയബറ്റീസ് നമ്മൾ ഗ്ലൂക്കോസ് നമ്മുടെ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഒരു ടോക്സിൻ പോലെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ അതിൻ്റെ മരുന്നും കൂടെ എടുക്കാൻ തുടങ്ങും. അപ്പോൾ ഇതും കൂടെ വരുമ്പോഴേക്കും വീണ്ടും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് സ്ട്രെസ്സാണ്. ഗ്ലൂക്കോസിൻ്റെ സ്ട്രെസ്സുണ്ട്, പിന്നെ ഈ മരുന്നിൻ്റെ സ്ട്രെസ്സും കൂടെ വരികയാണ് പിന്നെ. ഞാൻ പറഞ്ഞത് നമ്മൾ മൊത്തത്തിൽ അവനവൻ്റെ സ്ട്രെസ്സ് മാത്രമല്ല, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രെസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അവർക്കും അവരുടേതായ സ്ട്രെസ്സുണ്ട്. അപ്പം അത് വീണ്ടും അവർ കൂടുതൽ ഇതിലേക്ക് പോകും. അങ്ങനെ വരുമ്പം സോറിയാസിസും അങ്ങനത്തെ സ്കിൻ ഡിസീസസ് കൂടാം. പിന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ ലെവലിൽ അതിൽ നിന്നും വിട്ടു പോകുമ്പോഴേക്കും അത് ചിലപ്പോൾ ആർത്രൈറ്റിസും കൂടെ ആയിട്ട് വരും. ജോയിൻസിനെയും കൂടെ ബാധിക്കാൻ തുടങ്ങാം. പിന്നെ അതുപോലെ നമുക്ക് പലപ്പോഴും കാണാം ഈ സോറിയാസിസും സ്കിൻ ഡിസീസസ് ഒക്കെ ഉള്ളവർക്ക് മിക്കവാറും തൈറോയിഡൈറ്റിസ്, ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഒക്കെ വരാം. പിന്നെ ഡയബറ്റീസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും അവർക്ക് പ്രഷറിലേക്കും പോകാം. പിന്നെ ഇവർക്ക് പലപ്പോഴും ഉറക്കവും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒത്തിരി മാനസികമായിട്ടും മുഖത്തും കയ്യിലും ഒക്കെ വരുമ്പോഴേക്കും പല മാനസിക സ്ട്രെസ്സും കൂടെ കൂടുമല്ലോ. ഇതെല്ലാം കൂടെ കൂടി പിന്നെ ചിലപ്പം ഈ ചൊറിച്ചിലൊക്കെ കാരണം ഉറക്കമില്ലാതാവും. ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് ഇവർക്ക് വലിയ ബുദ്ധിമുട്ടിലേക്ക് വരുന്നത്. ഒന്നിന് വേറൊരു അസുഖത്തിലേക്കും കൂടെ മാറാം. ആദ്യം സോറിയാസിസ് ആയിരിക്കും, പിന്നെ ആയിരിക്കും പ്രഷറും ഷുഗറും ഒക്കെ വരുന്നത്. അല്ലെങ്കിൽ പ്രഷറും ഷുഗറും വന്നിട്ട് പിന്നെ അതിൽ നിന്ന് ഇങ്ങോട്ട് വരാം. എങ്ങോട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാം. പ്രത്യേകിച്ച് നമുക്ക് ജനറ്റിക്കലി നമുക്ക് വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഈ അസുഖത്തിൻ്റെ ഓട്ടോഇമ്മ്യൂൺ ഡിസീസോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിപ്പം ആർത്രൈറ്റിസ് ഉള്ള ആൾക്ക് ശരിക്കും മറ്റേ ആൾക്ക് ആർത്രൈറ്റിസ് തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. മക്കൾക്ക് വരുമ്പോൾ ചിലപ്പോൾ അത് സോറിയാസിസ് ആയിട്ടും. പിന്നെ ആസ്മയുള്ളവർക്ക് ഡെഫിനറ്റ്ലി അതൊരു അലർജിക് ഡിസോർഡറാണ്. അലർജിക് ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് ഈ സ്കിൻ ഡിസീസ് പ്രത്യേകിച്ച് അതിന് ഒരു അലർജിക് ഫാക്ടറാണ്. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഓവർ റിയാക്ട് ചെയ്യുന്നതാണല്ലോ അലർജി. അതൊരു ഫോം ഓഫ് ഓവർ റിയാക്ഷനാണ് അലർജി. വേറൊരു ഫോം ഓഫ് ഓവർ റിയാക്ഷനാണ് ഓട്ടോഇമ്മ്യൂൺ ഡിസീസും ഈ സോറിയാസിസും മിക്സിങ്ങൊക്കെ. ഈ സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നതും ഒരു വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. അപ്പം ഈ സോറിയാസിസും ഈ സോറിയാറ്റിക് ആർത്രൈറ്റിസുമായിട്ട് എന്താണ് കണക്ഷൻ? നമ്മൾ ഈ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ആമവാദം പോലെ സോറിയാറ്റിക് ആർത്രൈറ്റിസും ഒരു വാതരോഗത്തിൽ തന്നെയാണ് പെടുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവരുടെ ജോയിൻറ്റിനെ മാത്രമല്ല സ്കിന്നിനെയും കൂടെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. സ്കിന്നിനും കൂടെ പ്രോബ്ലം വന്നിരിക്കുന്നു. അതായത് നമ്മുടെ ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ജോയിൻറ്റിനെ മാത്രമാണ് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ആർത്രൈറ്റിസ് എന്ന് പറയും. പക്ഷെ അത് സ്കിന്നിനെയും കൂടെ വരുമ്പോഴേക്കും സ്കിന്നിൽ പ്രത്യേകിച്ച് ഈ പൊളിഞ്ഞു പോകുന്ന രീതിയിലുള്ള തരത്തിലുള്ള സ്കെയിലിങ്ങും ഒക്കെ കൂടെ വരുന്ന ടൈപ്പ് ഓഫ് സ്കിൻ ഡിസീസ് ആണെങ്കിലാണ് നമ്മളതിനെ സോറിയാസിസ് എന്ന് പറയുന്നത്. എല്ലാ ഫോമിലും സോറിയാസിസ് വരാം. എന്നാലും ജനറലി ആ ടൈപ്പ് വരുമ്പോൾ അതിന് സോറിയാസിസ് എന്ന് പറയും, അതിന് സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്നും പറയും. അപ്പം ഇപ്പൊ ഈ സ്കിൻ ഡിസീസസ് എന്ന് പറയുമ്പോൾ ഈ എക്സീമയും ഈ സോറിയാസിസും തമ്മിൽ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? എക്സീമ നമ്മൾ പുറമേന്ന് പറയുകയാണെങ്കിൽ ഈ എക്സീമ വരുമ്പോൾ മിക്കവാറും കുട്ടികൾക്ക് കൊച്ചായിരിക്കുമ്പോൾ തന്നെ അത് വന്നിട്ടുണ്ടാവും. കരപ്പെന്നൊക്കെ നമ്മൾ പറയല്ലേ, കുഞ്ഞുങ്ങൾക്ക് വരുമ്പോൾ കരപ്പെന്നൊക്കെ പറയുന്നത്. അതിലെന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും ഈ സ്കിന്നിൽ നിന്ന് ഊസ് ചെയ്യുകയായിരിക്കും. വെള്ളം പൊടിഞ്ഞു വരുന്നത് പോലെ ഒരു വെറ്റായിരിക്കും. മറ്റേതാണെങ്കിൽ സോറിയാസിസ് ആണെങ്കിൽ ഡ്രൈ ആയിരിക്കും, പൊളിഞ്ഞു പോകുന്ന പോലെയാണ്. ഇതാണ് ഇതിനെ രണ്ടിനെയും കൂടെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ അതുകൂടാതെ നമ്മൾ സ്കിൻ ഡിസീസ് ഏതെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും പല ഫോർമാറ്റിലായിരിക്കും ഇതെല്ലാം കാണിക്കുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം, അതായത് ഞാൻ ബേസിക്കലി ക്ലിനിക്കലി ഞാനൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഓറിയൻറ്റഡ് ട്രീറ്റ്മെൻ്റ് അല്ല കൊടുക്കുന്നത്. ഞാൻ ഇതിനെല്ലാം കൊടുക്കുന്നത് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ് ബേസിക്കലി. അതിനകത്ത് നമ്മൾ സോറിയാസിസ് ആണോ, എക്സിമയാണോ, ലൈക്കൻ പ്ലാനസ് ആണോ, സ്ക്ലിറോഡെർമയാണോ, ഇതൊന്നും വിഷയം വരുന്നില്ല. ഈവൻ നമ്മളെന്തോ പറയുന്നുണ്ട് എന്താണ് കുറച്ചും കൂടെ ഈ സിവിയർ ആയിട്ട് വരുന്ന ഈ ഹൈഡ്രനൈറ്റിസ് ഡിസപ്പുറേറ്റ എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വരും. ഇങ്ങനെ ഭയങ്കര വേദനയും പഴുപ്പും ഒക്കെ കൂടെ വരുന്നു. ഇതെല്ലാം ഒരേ ഓട്ടോഇമ്യൂൺ ഡിസീസ് എന്നുള്ള ഭാവത്തിലാണ് വരുന്നത്. അപ്പം നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റത്തെയും ഹോർമോൺ സിസ്റ്റത്തെയും മെറ്റബോളിസം ഒക്കെ കറക്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ അതിന് ഏതാണ് ഡയഗ്നോസിസ്, എക്സിമയാണോ, ഓട്ടോഇമ്യൂൺ ഡിസീസ് ആണോ, ഇതൊന്നും ഇമ്പോർട്ടൻസ് വരുന്നില്ല. ഈവൻ മോഡേൺ മെഡിസിനിലെ ട്രീറ്റ്മെൻറ്റിലാണെങ്കിലും ഇതിനെല്ലാം ഫൈനലി വരുമ്പോൾ ഇമ്മ്യൂണോസപ്രസൻസ് മാത്രമേ കൊടുക്കാനുള്ളൂ. അത് സ്റ്റിറോയിഡ്സ് പോലെയുള്ളതും ഡിഫറെൻറ്റ് ലെവലിലുള്ള ഇമ്മ്യൂണോസപ്രസൻസും ആൻറ്റി മെറ്റബോളൈറ്റ്സും ഒക്കെയാണ് അതിന് കൊടുക്കുന്നത്. അപ്പം ഇതിൽ തന്നെ ഏത് ഇതാണെങ്കിലും ചിലർ ഇറമിഷനിലായിരിക്കും, പക്ഷേ ഹെവി ഡോസ് ഓഫ് മെഡിസിൻ ഉണ്ടാവും. സ്റ്റിറോയിഡ്സും മെത്തോട്രെക്സേറ്റ് എന്നൊക്കെ പറഞ്ഞുള്ള മരുന്നുകളും ഒക്കെ ഉണ്ടാവും. മോഡേൺ മെഡിസിനിൽ നമ്മൾ ചെയ്യുമ്പം പലതരം, ചിലത് സൊറിയാറ്റിക് ടൈപ്പിനാണെങ്കിൽ മെത്തോട്രെക്സേറ്റ് വളരെ ഇഫക്റ്റീവാണ്. പക്ഷേ അതേസമയത്ത് എക്സിമാറ്റസ് ടൈപ്പിനാണെങ്കിൽ മെത്തോട്രെക്സേറ്റ് അത്ര ഇഫക്റ്റ് അല്ല. പിന്നെ അപ്പോൾ പുതിയ മോഡേൺ കുറേ മെഡിസിൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ആ ക്യാരക്ടർ അനുസരിച്ച് കുറേ കൂടെ വ്യത്യാസം വരും. പക്ഷേ നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊടുക്കുമ്പം ഇതിലൊന്നും ഇത് വരുന്നില്ല. നമ്മൾ അവരുടെ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ബോഡി കോമ്പോസിഷൻ തെറ്റിയിരിക്കുകയാണോ, അവർക്ക് എക്സസ് ബോഡിയിൽ കൊഴുപ്പുണ്ടോ, അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ മോർ ഇൻഫ്ലമേറ്ററി ഒമേഗ-6 ഒക്കെ ഉള്ള ഫുഡാണോ വരുന്നത്, ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. പിന്നെ അവർക്ക് ചേരുന്ന ഫുഡ് ഏതാ, ചേരാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ചിലർക്ക് ഈവൻ റൈസ് അലർജി, റൈസ് ഇൻടോളറൻ്റ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് റൈസ് പറ്റില്ല. ഇപ്പോൾ നമ്മൾ റെഗുലർലി യൂസ് ചെയ്യുന്ന, നമ്മൾ ഏറ്റവും സേഫായിട്ട് കരുതുന്ന സ്പൈനാച്ചും പപ്പായയും ഒക്കെ അലർജി പറ്റാത്തവരുണ്ടാവും. അപ്പോൾ അത് ഏതാണെന്ന് കണ്ടുപിടിച്ച് അത് അവർക്ക് പറ്റിയ കുറച്ച് ഐറ്റംസ് കണ്ടുപിടിച്ച് അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതായിരിക്കും നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. പിന്നെ എല്ലാം ഒന്ന് സെറ്റിൽ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഏത് വേണേലും നമുക്ക് പിന്നെ ട്രൈ ചെയ്യാം. നമുക്ക് തന്നെ സ്വയം നമുക്ക് പറ്റിയ ഫുഡ് ഏതാ, പറ്റാത്തത് ഏതാ, നമുക്കിത് വരുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കി എടുക്കാനും നമ്മളുടെ ബോഡിയുടെ ജെനറ്റിക്സ് അനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അതുതന്നെ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് രോഗമില്ലാതെ കൊണ്ടുപോകാൻ പഠിക്കുക എന്നുള്ളതാണ് ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ വരുന്നത്. അപ്പോൾ ഇതിൽ ഏത് ഗ്രൂപ്പിൽ പെട്ടതാണെങ്കിലും, ലൈക്കൻ പ്ലാനസ് ആണെങ്കിലും കുഴപ്പമില്ല, സോറിയാസിസ് ആണെങ്കിലും കുഴപ്പമില്ല, എക്സിമ ആണെങ്കിലും കുഴപ്പമില്ല, ഈവൻ വെറ്റിലോഗോ ആണെങ്കിലും എല്ലാം നമ്മൾ, വെറ്റിലോഗോ എന്ന് പറയുന്നത് ആക്ച്വലി ഈ വെള്ളപ്പാണ്ടെന്നൊക്കെ പറയുമല്ലോ, അതിലും ഇതാണ് സംഭവിക്കുന്നത്. ഓട്ടോഇമ്യൂൺ ഡിസീസിലാണ് വരുന്നത്. ഏതാണേലും നമ്മൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മളെ രോഗമില്ലാതെ നമുക്ക് നിർത്താൻ്റെ റെസ്പോൺസിബിലിറ്റി ഇമ്മ്യൂൺ സിസ്റ്റത്തിനാണ്. അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ എന്താണെന്ന് നോക്കി അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഏതാണേലും കറക്റ്റഡ് ആവും. ഈ നമ്മളുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുമ്പോൾ പലർക്കും പല രീതിയിലുള്ള വ്യൂസാണ്. പക്ഷേ കോമൺ ആയിട്ട് ഒരു ജനറൽ ഫീലിംഗ്, ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത് ഒരു അൺഹെൽത്തി സ്കിന്നിൻ്റെ ഒരു വകഭേദമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഡ്രൈ സ്കിന്നിനായിട്ട് എല്ലാവരുടെയും ഒരു കോമൺ കംപ്ലൈൻ്റ് ആണ് ഡ്രൈ സ്കിന്നിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ശരിക്കും ഡ്രൈ സ്കിന്നിന് എന്താണ് ചെയ്യാൻ പറ്റുക? ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സ്ട്രീം ഫോമിനാണ് നമ്മൾ ഇക്തിയോസിസ് എന്ന് പറയും. ഇപ്പോൾ ഈ കാലിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു പാറ്റേൺ ആയിട്ട്, ഒരു മൊസൈക്ക് പാറ്റേൺ പോലെ ഇങ്ങനെ സ്കിൻ ഒന്ന് വിണ്ട് കീറിയിരിക്കുന്ന, അതിൻ്റെ ഇടയ്ക്കൊക്കെ വൈറ്റ് പോലെ വരും. പിന്നെ പാദത്തിൻ്റെ ആണെങ്കിൽ സൈഡിലൊക്കെ ക്രാക്സ് ഒക്കെ വരുമല്ലോ ചിലർ, ഈ വിണ്ട് കീറി വരുന്ന കാലിൻ്റെ ഉപ്പൂറ്റി വിണ്ട് കീറുക എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അത് ഡിഫറെൻറ്റ്, അതുപോലെ സ്കിന്നൊക്കെ കുറച്ച് ഡ്രൈ ആയിരിക്കുന്നു, അത് കറുത്ത് വരാൻ തുടങ്ങും. മൊത്തത്തിൽ അവരുടെ ഒരു സ്കിൻ ഒരു ഹെൽത്തി ലുക്ക് ഉണ്ടാവില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ഇക്തിയോസിൻ്റെ ഒക്കെ ഒരു ജെനറ്റിക് ഇതുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയറിയാം, അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഈ പൊരിഞ്ച്, മലയാളത്തിൽ നമ്മൾ പറയുന്നത് പൊരിഞ്ച് എന്നൊക്കെ പറയും, അതൊക്കെ ഉള്ളവർക്ക് അവർക്ക് ഹെറിഡിറ്ററി ആയിട്ട് തന്നെ വരാനുണ്ട്.
അതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ സ്വെറ്റ് ഗ്ലാൻസും അതുപോലെ സെബേഷ്യസ് ഗ്ലാൻസും ഉണ്ടല്ലോ സ്കിന്നിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഹെൽത്ത് കൊണ്ട് വരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ട ഒരു മോയ്സ്ചറൈസേഷൻ നിൽക്കുന്നില്ല, സ്കിന്നിനെ കൊണ്ട് അത് നിർത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മുടെ സ്കിന്ന് സ്മൂത്ത് ആയിട്ടിരിക്കാൻ നമുക്ക് ഓയിൽ വേണം, റീസണബിൾ ഓയിൽ വേണം. ഓയിൽ ഓവറായി, ഓയിൽ ഗ്ലാൻസ് ഓയിൽ ഓവറായി അല്ല, ഈ ഓയിലിൻ്റെ ഗ്ലാൻഡുകളുണ്ട്, ഓയിൽ ഉണ്ടാക്കുന്ന സെബേഷ്യസ് ഗ്ലാൻസ് എന്ന് പറയും. അതിങ്ങനെ അതിൻ്റെ ഡക്റ്റൊക്കെ ഓവർഗ്രോ ചെയ്ത് ബ്ലോക്കൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ അക്കിനി, മോക്കക്കുരു പോലെയൊക്കെ ഉള്ളത് വരുന്നത്. അത് അതിൻ്റെ അങ്ങനത്തെ ബ്ലോക്കൊന്നും വരാൻ പാടില്ല. നമ്മൾ ആവശ്യത്തിന് നമ്മളുടെ സെബേഷ്യസ് ഗ്ലാൻസിന് ഓയിൽ ഉണ്ടാക്കാൻ പറ്റണം. ആ ഓയിലാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നത്. ആ ഓയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ തന്നെ പലതരം ജീവികൾ ജീവിക്കുന്നുണ്ട്. പലതരം ജീവികൾ എന്ന് പറഞ്ഞാൽ മൈക്രോബ്സ് ഒത്തിരി ഉണ്ട്. അപ്പോൾ ആ മൈക്രോബ്സും അതിൻ്റെ ഒരു ഇൻട്രാക്ഷനും കൂടെ നമുക്ക് ബോഡിക്ക് ആവശ്യം. അപ്പോൾ നമ്മൾ ഈ സോപ്പും ഷാമ്പൂ ഒക്കെ ഇട്ട് കളയുമ്പം, കുളിച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ഓയിലെല്ലാം അങ്ങ് കഴുകി കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ കെമിക്കലിൻ്റെ ഇഫക്റ്റ് വരും ഓവറായിട്ട്. അത് കഴിഞ്ഞിട്ട് ആ ഓയിലെല്ലാം കഴുകി കളഞ്ഞ് കഴിയുമ്പോഴേക്കും സ്കിന്നിന് പ്രൊട്ടക്ഷൻ ഇല്ലെന്നാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നതാണ് നമ്മുടെ ഓയിൽ. അപ്പോൾ ഡ്രൈ ആകുന്നത് നമ്മളുടെ ആ ഓയിൽ ഉണ്ടാക്കുന്നവർക്ക് ഉള്ള ആ ഗ്ലാൻഡുകൾക്കുള്ള ഒരു കുറവുണ്ടാകും. അപ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മോയ്സ്ചർ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഇടേണ്ടത്. അപ്പം വെള്ളം നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്നത്, ജസ്റ്റ് ബോഡി ഒന്ന് നനച്ചിട്ട് അല്ലെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് ഒത്തിരി വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. അതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ ഒരു ന്യൂട്രിയൻറ്റും കൂടെയാണ്, ഇത് അബ്സോർബ് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ പക്ഷേ ഇപ്പോൾ കൂടുതലും നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, വെളിച്ചെണ്ണയാകുമ്പോൾ അത് അബ്സോർബ് ചെയ്ത് പോകുമല്ലോ. പക്ഷേ അതിന് ട്രീറ്റ്മെൻറ്റായിട്ട് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ ഈ മോയ്സ്ചറൈസിങ് ലോഷൻ എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കുന്നതിനകത്ത് കുറേ കെമിക്കൽ വരുന്നുണ്ട്. അതിന് വെള്ളമാണ് അതിനകത്തെ മേജർ. അക്വ, നമ്മൾ അതിൻ്റെ ഇത് വായിച്ചു കഴിഞ്ഞാൽ അറിയാം, അക്വയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, വെള്ളം തന്നെ. അക്വ എന്ന് പറയുന്നത് വെള്ളമാണ്. പിന്നെ ഈ മിനറൽ ഓയിൽസാണ് അതിനകത്തെല്ലാം ഉപയോഗിക്കുന്നത്. കാരണം വെളിച്ചെണ്ണയൊക്കെ നമ്മൾ അങ്ങനെ പെട്ടെന്ന് കേട് വരുമല്ലോ. അപ്പം ഒരു സാധനം അതിനൊക്കെ ഷെൽഫ് ലൈഫ് എന്ന് പറയുമ്പോൾ 2 years ഒക്കെയാണ്. അപ്പം അതിനകത്ത് ഒത്തിരി കെമിക്കൽ വരും. ഈ വെള്ളവും ഇങ്ങനെ ഇതും എല്ലാം കൂടെ കൂട്ടി അതിനെ കേടാകാതെ നിർത്താൻ വേണ്ടിയിട്ട്, പിന്നെ അതിന് വേണ്ടിയിട്ട് സ്മെല്ല് കൊടുക്കുന്ന സാധനം, കളർ കൊടുക്കാനുള്ള സാധനം, ഇതെല്ലാം കൂടെ കൂട്ടി മോയ്സ്ചറൈസേഴ്സ് അതാണ് വരുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ കൂടുതൽ സ്ട്രെസ്ഡ് ആക്കുകയുള്ളൂ ശരിക്കും, ലോങ് ടൈമിൽ നോക്കിയാൽ. അന്നേരം ഒരു സുഖമൊക്കെ തോന്നും. പക്ഷെ അത് കഴിയുമ്പോൾ അത് നമ്മുടെ സ്കിന്നിന് തന്നെ ഒരു സ്ട്രെസ് ഉണ്ടാക്കി കൊടുക്കുകയും, ഈ സ്കിൻ ഓൾറെഡി വീക്കാണല്ലോ, അപ്പോൾ ഈ കെമിക്കൽ എല്ലാം കൂടെ നമ്മുടെ ഉള്ളിലേക്ക് കയറിപ്പോയി നമുക്ക് കൂടുതൽ പ്രോബ്ലംസിലേക്ക് വരാം. നമ്മൾ ഏത് ലെവൽ ഓഫ് ഇങ്ങനത്തെ ഡ്രൈ സ്കിൻ ആണെങ്കിലും, പ്രത്യേകിച്ച് പ്രായമായി കഴിയുന്നവർക്ക് പലർക്കും ഡ്രൈ സ്കിൻ വന്ന് അപ്പോൾ ചൊറിഞ്ഞ് പിന്നെ അത് മുഴുവൻ കറുത്ത് വരുന്നൊരു, പ്രത്യേകിച്ച് ഈ എക്സീമ ഇങ്ങനത്തെയൊക്കെ ഉള്ളവരുടെ ഒക്കെ ഈ ഡ്രൈ സ്കിന്നും കൂടെ അതിൻ്റെ ഒരു പാർട്ടായിട്ട് വരും. അപ്പോൾ അതിലൊക്കെ കറുപ്പ് നിറവും ഒക്കെ വരാറുണ്ട്. പക്ഷെ ഈ ബേസിക്കലി എൻ്റെ അപ്രോച്ചിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽക്ക് അതിന് സ്പെഷ്യൽ, പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്നിൻ്റെ അടിയിൽ നമ്മൾ ഒത്തിരി നെർവ്സിൻ്റെ ഉണ്ട്, നെർവ്സ് എൻഡിങ് എല്ലാം അവിടെയാണ് വരുന്നത്. നമുക്ക് സ്പർശവും പ്രഷറും പെയിനും ഒക്കെ അറിയേണ്ടതാണല്ലോ. അപ്പോൾ അതിനും ഡാമേജ് വരുന്നുണ്ടാവും, ഈ ഇത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ഓയിൽ, പ്രത്യേകിച്ച് omega-3 വെരി ഹൈ ആയിട്ടുള്ള സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓയിൽ, ആ ന്യൂട്രീഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വൈറ്റമിൻസും ഈ omega-3, 6 ബാലൻസ് കറക്റ്റ് ചെയ്തുകൊണ്ടുള്ള സ്പെഷ്യൽ ആപ്ലിക്കേഷൻസും കൂടെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോഴേക്കും മിക്കവാറും ഏത് സ്കിൻ ഡിസീസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഡ്രൈ സ്കിന്നും അങ്ങനത്തെ എല്ലാം വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. കാരണം എനിക്കറിയാമല്ലോ, ഞാനും മോഡേൺ മെഡിസിനാണ് ഇതിൽ വരുന്നത്. അപ്പം അറിയാം നമുക്ക് സ്റ്റിറോയിഡ് ഓയിൻമെൻറ്റും ഒക്കെ എത്രമാത്രം ഇഫക്റ്റീവ് ആകും എന്നുള്ളത്. സ്റ്റിറോയിഡ് ഓയിൻമെൻറ്റ്സ് ഒക്കെ ഇടുമ്പോൾ ഒരു വ്യത്യാസം വരും. ഇപ്പം നമുക്കൊരു സിംറ്റമാറ്റിക് ആയിരിക്കുന്ന സമയത്ത് അതൊക്കെ ഇതാണ്. പക്ഷെ ലോങ് ടൈമിൽ അതൊന്നും നമുക്ക് യൂസ് ചെയ്യാനില്ല. ലോങ് ടൈമിൽ നമ്മളെല്ലാം ന്യൂട്രീഷൻ ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം, നമുക്ക് സിംറ്റമാറ്റിക് റിലീഫിന് ഇടയ്ക്കുള്ള സമയത്ത് നമുക്കാകാം. പക്ഷെ സിംറ്റമാറ്റിക് റിലീഫ് അത്ര അറ്റ് ഏർലിയസ്റ്റ് കിട്ടിച്ച് പിന്നെ ഈ മെഡിക്കേഷൻസിൽ നിന്നെല്ലാം മാറുക എന്നുള്ളത് ചെയ്താലേ നമുക്ക് ഒരു രോഗത്തെ കൺട്രോൾ ചെയ്ത് ആരോഗ്യമായിട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യുന്ന അത്രയും കാലം നമ്മളൊരു രോഗിയായിട്ട് തന്നെ തുടരുക. അതേസമയത്ത് നമുക്കൊരു സപ്പോർട്ടീവ് ന്യൂട്രീഷൻ മാത്രമായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ രോഗിയാകുന്നില്ല. അത് നമ്മുടെ ഒരു ബോഡിയുടെ ജെനറ്റിക്സിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതാണ് നമ്മൾ ലോങ് ടൈമിൽ ചെയ്യേണ്ടത്. ആദ്യത്തെ ഒരു ഇമ്മീഡിയറ്റ് ഇപ്പോൾ ചൊറിച്ചിലും ഒക്കെ ഉള്ളവർക്ക്
റൈറ്റ്. അത് വളരെ ലോ ലെവലിൽ ചിലപ്പം ഓയിൻമെൻറ്റോ സ്റ്റീറോയിഡ്സിലോ ഓയിൻമെൻറ്റോ എന്തെങ്കിലുമൊക്കെ എടുക്കേണ്ടി വരാം, അല്ലെങ്കിൽ അലർജിക്കുള്ളതോ ഒക്കെ എടുക്കേണ്ടി വരാം. പക്ഷെ മാക്സിമം പോയാൽ വിതിൻ എ മന്ത് അതിൻ്റെ എല്ലാം നമുക്ക് നിർത്തിക്കൊണ്ട് വരാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. പിന്നൊരു ഈ ചർമ്മത്തിന് വരുന്നത് ഈ ചിലരുടെ വായുടെ അകത്തുമൊക്കെ വരുന്ന ഒരു ലൈക്കൻ പ്ലാനസ് എന്ന് പറയുന്ന അവസ്ഥ. അത് ശരിക്കും പറയുന്നത് ചിലപ്പം അത് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആവാം, അല്ലെങ്കിൽ ചിലപ്പം മരുന്ന് കാരണം, ഏതെങ്കിലും മരുന്ന് കാരണമാവാം. പിന്നെ പ്രത്യേകിച്ച് ഈ ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ് അങ്ങനത്തെ അസുഖങ്ങൾക്കുള്ള മരുന്ന്, അങ്ങനെ പല കാരണങ്ങളും കൊണ്ട് ഇത് വരാം. അത് ശരിക്കും എങ്ങനെയാ തിരിച്ചറിയാൻ പറ്റുക? അതിന് ഇങ്ങനെ ഈ പല അസുഖങ്ങൾക്ക് കഴിക്കുന്ന മരുന്നിന് വേണ്ടി കാരണമാണ് ഇത് വരുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ എന്താ ചെയ്യാൻ പറ്റുക? ലൈക്കൻ പ്ലാനസ് ആണെങ്കിലും ഏത് സ്കിൻ ഡിസീസ് ആണെങ്കിലും കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബയോപ്സി, സ്കിൻ ബയോപ്സി. ഇപ്പോൾ വായിക്കകത്താണ് മ്യൂക്കസ് മെമ്പറൈൻ്റെ ബയോപ്സി എടുക്കുക എന്നുള്ളതാണ്. ലൈക്കൻ പ്ലാനസും ഇങ്ങനത്തെ ഇതൊക്കെ വായിക്കകത്തും വരാം. ഈ സ്കിന്നിൻ്റെ പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ മ്യൂക്കസ് മെമ്പറൈനിലും പ്രോബ്ലം വരാം. അതും നമ്മൾ മനസ്സിലാക്കണം. അപ്പം മ്യൂക്കസ് മെമ്പറൈൻ വായിക്കകത്തൊക്കെ വേറെ രീതിയിലായിരിക്കും പൊട്ടൽ വരുന്നത്. ഈ ആഫ്റ്റർ സെൽസ് എന്ന് പറയുന്ന പോലെ ഇതൊക്കെ വരാം. പിന്നെ പ്രത്യേകിച്ച് വായിക്കകത്തുള്ള അൾസേഴ്സിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ പ്രത്യേകിച്ച് നമ്മളുടെ ഇവിടെ രാജ്യത്ത് നമ്മളുടെ ഇതിൽ വായിലകത്ത് വരുന്നവർക്ക് അത് ക്യാൻസറിലേക്ക് പോകാനുള്ള കുറച്ചും കൂടി ചാൻസ് കൂടുതലായിരിക്കും. നമുക്കിവിടെ സ്കിന്നിൽ ക്യാൻസറിലേക്ക് പോകുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ് വെസ്റ്റേണേഴ്സിൻ്റെ വെച്ച് നോക്കുമ്പോൾ. പക്ഷെ നമുക്ക് ഈ മച്ച് മോർ അവരുടെ കമ്പയർ ചെയ്ത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയില്ല. എന്നാലും കമ്പാരിറ്റീവ് സ്റ്റഡീന്ന് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നമ്മളിവിടെ ജനറലി നമ്മൾ കാണുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ ഉള്ളവർക്ക് നാക്കിന് ക്യാൻസർ വരാനുള്ളതും വായ്ക്ക് ചീക്കിന് ക്യാൻസർ വരാനുള്ളതും ഒക്കെ ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ അങ്ങനത്തെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ബയോപ്സി നോക്കുക. ഇപ്പം ബയോപ്സി തന്നെ നോക്കണമെന്നില്ല. ഇപ്പം നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ നമ്മൾ അത്ര ഒരു ക്യാൻസർ സസ്പിഷൻ ഒക്കെ ആരെങ്കിലും നോക്കി വരുന്നവർ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ അതുപോലും പറയാറില്ല. ഈ ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കുമ്പോൾ അത് മാറുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ബയോപ്സി ആണെങ്കിലും ഇച്ചിരി ഒരു പെയിൻഫുൾ പ്രൊസീജിയർ ആണല്ലോ. അതങ്ങ് മാറുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വറിയുടെ കാര്യമില്ല. ഒരു വിതിൻ എ മന്ത് അതിനൊരു കുറവ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ബയോപ്സി എടുത്ത് നോക്കണം. പക്ഷേ ഈവൻ ഫോർ ക്യാൻസറസ് ചേഞ്ച് ഉള്ളവർക്ക് പോലും നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാൻസർ ആണെന്നുള്ളത് നമുക്ക് അറിയുന്നത് എപ്പോഴും നമുക്കൊരു ബയോപ്സി എടുക്കുന്നതെന്നല്ല. കാരണം ക്യാൻസറസ് ചേഞ്ച് ആണെങ്കിൽ നമ്മളൊരു നോ കാർബ്, അതായത് ക്യാൻസറസ് പേഷ്യൻ്റ് ഹീലിങ്ങിന് വേണ്ട സ്പെഷ്യൽ ഡയറ്റ് ഫോർമുലേഷൻ തന്നെ വേണം അതിന് വേണ്ടിയിട്ട്. അതിലെന്താ കൂടുതലെന്ന് പറയുന്നത് നമ്മൾ അഡീഷണൽ ആയിട്ട് എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ് കുറച്ച്, ഗ്ലൂക്കോസ് കുറഞ്ഞുള്ള ഫുഡ് വേണം. അപ്പം അല്ലാത്ത ഇപ്പോൾ സോറിയാസിസ് പോലെയോ എക്സീമ പോലെയോ അല്ലെങ്കിൽ ബുള്ളസ് അതിനൊന്നും അത്തരം രോഗങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് ഈ നമ്മളൊരു നോ കാർബ് ഡയറ്റോ അങ്ങനത്തെ ഒന്നും വേണ്ടി വരില്ല. ക്യാൻസർ സസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മിനിമൈസ് ചെയ്യുക, കാർബോഹൈഡ്രേറ്റ് മിനിമൈസ് ചെയ്യുക, പ്രത്യേകിച്ച് ഷുഗേഴ്സ് കുറയ്ക്കുക. അതും കൂടി ഒരു ആവശ്യമാണ്. ഇതൊക്കെ റിവേഴ്സ് ചെയ്യുന്നിടം വരെ. അപ്പോൾ അത് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേശ്ശെയൊക്കെ ആകാം. അതായത് നമ്മുടെ ബോഡി കോമ്പോസിഷനൊക്കെ കറക്റ്റ് ചെയ്ത് എന്തെങ്കിലും ട്യൂമർ മാർക്കേഴ്സ് ഉണ്ടെങ്കിൽ അത് നോർമലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പം സ്കിന്നിനെ കുറിച്ച് മാത്രമല്ല ഏത് ക്യാൻസറിനാണെങ്കിലും ഇത് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ അതെല്ലാം കറക്റ്റ് ചെയ്യുക. പിന്നെ ഈ ലൈക്കൻ പ്ലാനസിൻ്റെ കാര്യത്തിൽ മരുന്നിൻ്റെ ഒരു ഇമ്പോർട്ടൻസും കൂടെ വരുന്നുണ്ട്. മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് വരാവുന്ന പല സ്കിൻ ഡിസീസും ഈ മരുന്നുകൾ കഴിക്കുന്നവർക്ക് വരുന്ന ആ മരുന്നിൻ്റെ ഒരു സൈഡ് എഫക്റ്റും കൂടെ അതിനകത്ത് വരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ കുറേ നാളായിട്ട് പലരും ഈ BP-ക്കൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ പറയാറുണ്ട്, അവിടെ 1-2 പാച്ചസ് പോലെയൊക്കെ എവിടെയെങ്കിലും വന്ന് അതെടുത്ത് നോക്കിയപ്പം ലൈക്കൻ സ്ക്ലെറോസിസ് പോലെയോ അല്ലെങ്കിൽ ലൈക്കൻ പ്ലാനസിൻ്റെ ഇതാണ് കാണുന്നത്, ബയോപ്സിയിൽ കാണുന്നത്. പക്ഷെ അത് ഈ മരുന്നായിരിക്കും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷറിന് വേണ്ടിയിട്ടും പ്രഷറിൻ്റെ ചില മരുന്നുകൾ പ്രത്യേകിച്ച് അങ്ങനത്തെ സ്കിൻ ലീഷൻസ് ഉണ്ടാക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഹൈപ്പർ ടെൻഷൻ എന്നുള്ളത് 95% ആക്ച്വലി പ്രത്യേകിച്ച് മറ്റുള്ള ഇതൊന്നും ഇല്ലെങ്കിൽ ഓൾമോസ്റ്റ് 100% നമുക്ക് പറയാം. എന്തെങ്കിലും ഈ റീനൽ ഫെയിലിയർ പേഷ്യൻസിനൊക്കെ മാത്രമാണ് ഈ BP കൺട്രോളിന് നമുക്കൊരു പ്രോബ്ലം കുറച്ചെങ്കിലും അത് പക്ക കൺട്രോളിലേക്ക് കിട്ടാത്തത്. അല്ലെങ്കിൽ സിസ്റ്റം സാധാരണ ഹൈപ്പർ ടെൻഷൻ പേഷ്യൻസും ഡയബറ്റിക് പേഷ്യൻസും ഒക്കെ 100% ഞാൻ കൊടുക്കുന്ന ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻസിൽ പേഷ്യൻ്റ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ, നമുക്ക് ഡയബറ്റീസ് എത്ര വർഷമായതാണേലും ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും 30-40 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നതാണേലും
ടൈപ്പ് 2 ഡയബറ്റീസും മറ്റേ എസൻഷ്യൽ ഹൈപ്പർ ടെൻഷനും ആണ്. ടൈപ്പ് 2 ഡയബർ ടെൻഷനും എസൻഷ്യൽ ഹൈപ്പർ ടെൻഷനും ആണെങ്കിൽ അത് നമുക്ക് ഓൾമോസ്റ്റ് പേഷ്യൻ്റ് വില്ലിങ് ആണെങ്കിൽ, പറയുന്ന പോലെ ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ നമ്മൾ ഈ ഓൾമോസ്റ്റ് 100% ഇതാണ്. അപ്പോൾ ആ മരുന്നുകൾ മാറുമ്പോൾ തന്നെ ലൈക്കും പ്ലാൻസും മാറിക്കോളും. അല്ലാതെ മരുന്ന് കഴിച്ചുകൊണ്ട് ഈ ഡയബറ്റീസിൻ്റെയും ഹൈപ്പർ ടെൻഷൻ്റെയും എല്ലാം മരുന്നും കഴിച്ചുകൊണ്ട് ഇത്തരം രോഗമുള്ളവർ പിന്നെ ഉള്ള സ്റ്റീറോയിഡ്സും ഈ ഇമ്യൂണോസപ്രസൻസും എല്ലാം എടുത്തുകൊണ്ടിരുന്നാലും അവരത് കൂടിക്കൊണ്ടിരിക്കുകയല്ലാതെ ആ കുറച്ച് സമയത്തേക്ക് ഒരു ഇത് കിട്ടും. അത് കഴിയുമ്പോൾ പിന്നെയും അത് പ്രോഗ്രസ് ചെയ്ത് പിന്നെ സ്കിന്നിൽ മാത്രമല്ല മറ്റ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസായിട്ടും അത് പ്രോഗ്രസ് ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ ഒരു സാധാരണ കാണുന്ന ഒരു ചർമ്മത്തെ വരുന്നതാണ് ഈ കൗലയിലോ അല്ലെങ്കിൽ കഴുത്തേൽ ഒക്കെ വരുന്ന ഈ ഇരുണ്ട നിറവും, പിന്നെ ചിലപ്പോൾ അത് അവിടെ വെച്ച് ഇങ്ങനെ കുറച്ച് തടിപ്പ് പോലെയൊക്കെ വരുന്നത് പലപ്പോഴും കാണാറുണ്ട്. അപ്പം അതിൻ്റെ കാര്യത്തിൽ പറയുന്നത് അത് വേറെ ഏതെങ്കിലും അസുഖം കാരണമാണ് അത് വരുന്നതെന്നാണ്. അപ്പം അങ്ങനെ ഈ ഇരുണ്ട് വരുമ്പോൾ ഇപ്പം ചില പിള്ളേരിലും ഇത് കാണാറുണ്ട്. അപ്പം അങ്ങനെ കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? സ്കിന്നിന് ചൊറിച്ചിലോ ഒന്നുമില്ല, പ്രത്യേകിച്ച് വണ്ണമുള്ള കുട്ടികളും വണ്ണമുള്ളവരൊക്കെ ആണെങ്കിൽ പലപ്പോഴും അത് ഈ എക്കാൻതോസിസ് നൈഗ്രിഗൻസ് എന്ന് പറയും. അത് പ്രീ ഡയബറ്റിസിൻ്റെ ഒരു ലക്ഷണമാണ്. ആ പ്രീ ഡയബറ്റിസിൻ്റെ ലക്ഷണം എന്ന് പറയുമ്പോൾ ഡയബറ്റിസ് എന്ന് പറയുമ്പം എല്ലാവരും കരുതും ഇൻസുലിൻ്റെ കുറവാണെന്ന്. ശരിക്കും ടൈപ്പ് 2 ഡയബറ്റീസിന് ഇൻസുലിൻ്റെ കുറവില്ല. പല ഗ്രൂപ്പിലും പ്രത്യേകിച്ച് ഓവർ വെയിറ്റ് ഉള്ളവർക്ക് ഇൻസുലിൻ കൂടുതലായിരിക്കും. ആ ഇൻസുലിൻ്റെ കൂടുതൽ വരുമ്പം സ്കിന്നിൽ വരുന്ന ചേഞ്ചാണത്. അതാണ് ഈ കറുപ്പ് നിറം വരും, മുഖത്തുണ്ടാകും, ചീക്കിലുണ്ടാകും, കഴുത്തേലുണ്ടാകും, ഇവൻ കക്ഷത്തിലുണ്ടാകും. അതൊരു സ്കിന്നിനൊരു കറുത്ത് ഹൈപ്പർട്രോഫി പോലെ വരികയാണ്. പിന്നെ അതിൻ്റെ തന്നെ വേറൊരു ഫോമാണ് നമ്മൾ ഈ പാലുണ്ണി എന്നൊക്കെ പറയല്ലേ, സ്കിൻ ടാഗ്സ്, ഇങ്ങനെ സ്കിന്നിങ്ങനെ ഉരുണ്ടുകൂടി ചെറിയ ചെറിയ ഇതായിട്ട് ഒരു സ്കിന്നിൻ്റെ ഒരു അബ്നോർമാലിറ്റി പോലെ നമ്മൾ കാണും. ചെറിയ പാലുണ്ണി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതും അതുപോലെ തന്നെ, അതായത് ഈ ഇൻസുലിൻ ഒരു ഗ്രോത്ത് ഫാക്ടർ, അതായത് നമ്മൾക്ക് വളർച്ചയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സാധനമാണ് ഇൻസുലിൻ. അതങ്ങനെ ലോക്കലൈസ്ഡ് ആയിട്ട് സ്കിന്നിൽ ഓവർഗ്രോ ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫോമാണ് ഈ ഇതൊക്കെ വരുന്നത്. അപ്പോൾ കുട്ടികളിലൊക്കെ ഇങ്ങനത്തെ കറുപ്പ് നിറമൊക്കെ കണ്ടാൽ അവർക്ക് ഡയബറ്റീസ് വരാൻ പോവുക എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് അവരുടെ ബോഡിയിൽ ഇൻസുലിൻ ഓവറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് പല പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ്. അപ്പോൾ ഇൻസുലിൻ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഷർ വരാം, പിന്നെ നമ്മുടെ മെറ്റബോളിസം മൊത്തം തെറ്റുകയാണ്. ഇൻസുലിൻ കുറഞ്ഞു പോകുന്ന ടൈപ്പ് 1 ഡയബറ്റീസ് പോലെ തന്നെ ദോഷകരമാണ് ഇൻസുലിൻ്റെ അളവ് കൂടുന്നത്. ഷുഗറിൻ്റെ അളവ് കൂടണമെന്നൊന്നും നിർബന്ധമില്ല. കാരണം നമ്മുടെ പാൻക്രിയാസ് ഒത്തിരി കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസുലിൻ വർക്ക് ചെയ്യുന്നില്ല. അത് പ്രത്യേകിച്ചും ഓവർ വെയിറ്റ് ഉള്ളവരിലാണ് അത് കൂടുതൽ വരുന്നത്. പക്ഷെ ഓവർ വെയിറ്റ് ഇല്ലാത്തവരിലും ചിലപ്പോൾ അങ്ങനെ വരാം. പ്രത്യേകിച്ച് ഫാറ്റി ലിവറിന് പ്രോബ്ലം ഉണ്ട്. ലിവറിൽ തന്നെ ഫാറ്റ് കെട്ടുമായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്കും അത് വരാമെന്നുള്ളതാണ്. അപ്പം നമ്മുടെ സ്കിന്നിൽ കറുപ്പ് നിറവും ഈ ഇതൊക്കെ കാണുകയാണെങ്കിൽ കുട്ടികൾക്കാണേലും വലിയവരാണേലും ഒന്ന് നമ്മൾ ഡയബറ്റീസോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ, അതിന് ഷുഗർ നോക്കിയിട്ട് കാര്യമില്ല, ഇൻസുലിൻ ലെവലും HbA1c ഒക്കെ നോക്കണം. പിന്നെ ഉള്ളത് കിഡ്നിയുടെയോ ലിവറിൻ്റെയോ കുഴപ്പമുണ്ടെങ്കിലും സ്കിന്നിന് വരും. എല്ലാ സ്കിൻ ഡിസീസ് പേഷ്യൻസ്, സോറിയാസിസ് ഉള്ളവരും ഫാറ്റി ലിവർ ഉള്ളവരും ഒക്കെ നോക്കേണ്ടത് പിന്നെ ഉള്ളത് ഒരു ലിവർ ഫങ്ഷനും കിഡ്നി ഫങ്ഷനും കൂടെയാണ്. കിഡ്നി ഫങ്ഷനിൽ GFR നോക്കണം. ജസ്റ്റ് ക്രിയാറ്റിൻ നോക്കിയിട്ടോ കാര്യമില്ല. GFR ആണ് നമുക്ക് കുറയുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടത്. പിന്നെ ഉള്ളത് പ്രോട്ടീൻ പോകുന്നുണ്ടോയെന്ന്, അതുപോലെ യൂറിനിൽ RBCs കാണുന്നുണ്ടോയെന്ന്, അതൊക്കെയാണ് ഏർലി ആയിട്ട് കാണുന്നത്. പിന്നെ യൂറിക് ആസിഡ് കൂടുന്നുണ്ടോ, യൂറിക് ആസിഡ് കൂടുവോ, GFR കുറയുമോ, അല്ലെങ്കിൽ യൂറിൻ പ്രോട്ടീനോ RBCsോ ഒക്കെ കാണുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കിഡ്നിയും ഈ രോഗം തന്നെ കിഡ്നിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കിഡ്നിക്ക് വേണ്ടതുപോലെ ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചില ടോക്സിൻസ് ഒക്കെ നമ്മുടെ സ്കിന്നിലേക്ക് വരും. സ്കിന്ന് ഒരു എക്സ്ക്രീറ്ററി ഓർഗനാണ്, അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. സ്കിന്നിനെ നമ്മൾ പൊതിഞ്ഞ് സൂക്ഷിച്ച് നമ്മളുടെ സ്റ്റൈലും നമ്മളുടെ ഇതൊക്കെ തരുന്നതും ഒരു പ്രൊട്ടക്ഷനാണ് ഒരു സൈഡ് വരുന്നത്. നമ്മുടെ സ്കിന്നിൻ്റെ തന്നെ നമ്മുടെ എല്ലാ ഹെൽത്തിൻ്റെ റിഫ്ലക്ഷനും കൂടെയാണ് സ്കിന്നിൽ വരുന്നത്. ഈവൻ ലിവറിൻ്റെ രോഗവും ലിവർ ഡിസീസ് ആണേലും കിഡ്നി ഡിസീസ് ആണേലും തിരിച്ചറിയാനുള്ള ഒരു മാർഗം കൂടെയാണ്. അപ്പോൾ സ്കിന്നിൽ എന്ത് പ്രോബ്ലം ഉള്ളവരും
ഡാർക്ക്നെസ് ആണേലും ഇപ്പോൾ കളർ ചേഞ്ച് വരുവാണേലും എല്ലാം നമ്മൾ ഏത് കളറിലേക്ക് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ലിവറും കിഡ്നിയും കൂടെ പ്രത്യേകിച്ച് നോക്കുക. പിന്നെ ബേസിക്കലി നമ്മളൊരു ഓവറോൾ ടെസ്റ്റുകൾ നോക്കണം. എവിടെയാണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അങ്ങനെ ഓവറോൾ നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം പലരും പറയും ഞാനെല്ലാം നോക്കിയതാ. ചിലപ്പോൾ ആകെ നോക്കിയിട്ടുള്ള ഒരു CBC ആയിരിക്കും. ഒരു 1-2 ടെസ്റ്റ് ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നമുക്കൊരു എല്ലാ കാര്യങ്ങളും ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. യൂഷ്വലി നമ്മൾ ചെയ്യാറുള്ള ഒരു യൂറിൻ റൂട്ടീൻ ചെയ്യും, ബ്ലഡ് റൂട്ടീൻ ചെയ്യും. അത് വെച്ചിട്ടൊന്നും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. കുറച്ചും കൂടി ഡീപ്പറായിട്ടുള്ള ടെസ്റ്റുകൾ, കൂടുതൽ ബോഡിയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ടെസ്റ്റുകളൂടെ ചെയ്താലേ നമുക്കറിയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു ഇഷ്യൂ ഇങ്ങനത്തെ ഈ സ്കിൻ സംബന്ധമായിട്ട്, ചർമ്മ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഒന്ന് പിടിച്ചാൽ പിന്നെ അത് തുടരെ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അത് എത്രമാത്രം ശരിയാണ്? ഇപ്പൊ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമുക്ക് ഒരു നമ്മൾ പറയില്ല ചൊറിയെന്നോ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷനോ, ഈവൻ ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷൻ പോലെ ഈ ചുണങ്ങൊക്കെ പോലെയുള്ള റിപ്പീറ്റ് വരുന്ന അവർക്ക് അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ എന്തോ ഒരു തകരാറുള്ളതുകൊണ്ടാണ്. അപ്പം ഇൻഫെക്ഷൻ പോലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോകുന്നുള്ളത്. പിന്നെ മറ്റേ ഉള്ള ഈ അസുഖങ്ങൾ, എക്സീമ, സോറിയാസിസ്, ഇതെല്ലാം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണല്ലോ. അവിടെ നമ്മൾ മരുന്നിട്ട് അന്നേരം ഒന്ന് മാറും, അത് കഴിഞ്ഞ് പിന്നെയും വരും. അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. നമ്മൾ അവിടെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫ് സ്റ്റൈല് നമുക്ക് ചേരാത്ത, നമ്മുടെ ഇപ്പോൾ ഒരാളുടെ ഒക്കെ ഉള്ളത് ഈ അലർജി പോലും അല്ലെ ഇൻടോളറൻസ് വരുന്ന ഒന്നും ഒരാളുടേതാവണമെന്നില്ല മറ്റൊരാളുടെ. കാരണം നമുക്കറിയാമല്ലോ, ഒരേ വീട്ടിൽ 4 പേര് താമസിക്കുന്നതിന് 4 പേർക്കും സോറിയാസിസോ എക്സിമയോ ഒന്നും വരുന്നില്ല. ഒരാൾക്കേ വരുന്നുണ്ടോ അല്ലെ 2 പേർക്കേ ഉണ്ടാവുള്ളൂ. അത് നമ്മുടെ ജെനറ്റിക്സ് ആണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ പലർക്കും അവനവൻ്റെ ഒരേ വീട്ടിലെ ആൾക്കാരാണെങ്കിലും ഒരാൾക്ക് ചില സാധനത്തിനോടായിരിക്കും, മറ്റേ ആൾക്ക് വേറൊരു സാധനത്തിനോടായിരിക്കും ഇഷ്ടം. ഇതെല്ലാം കൂടെ അതിനകത്ത് മാറ്റർ വരുന്നുണ്ട്. അപ്പോൾ ഒരേ വീട്ടിലുള്ള എല്ലാവരും ഒരേ സ്വഭാവക്കാരോ ഓരോ ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ ഒന്നും അല്ലല്ലോ. അതെല്ലാം നമ്മുടെ ജെനറ്റിക്സുമായിട്ട് ലിങ്ക് ചെയ്തും നമ്മളുടെ ജെനറ്റിക്സ്, നമ്മളുടെ ഫുഡ്, നമ്മളുടെ എക്സസൈസ്, നമ്മളുടെ മെൻ്റൽ ആക്ടിവിറ്റി, സ്ട്രെസ്സും ഈ കാര്യങ്ങളെ ആസ്പദമാക്കിയായിരിക്കും എല്ലാ സ്കിൻ മാനിഫെസ്റ്റേഷൻസും വരുന്നത്. ബേസിക്കലി എല്ലാ രോഗങ്ങളും തന്നെ വരുന്നത്. ഇതെല്ലാം ഇൻഫ്ലമേറ്ററി, സ്കിൻ ഡിസീസസ് എല്ലാം ഇൻഫ്ലമേറ്ററി രോഗങ്ങളിലാണ് വരുന്നത്. ഇനി ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചെടുത്ത് അതിനെ ഒഴിവാക്കുകയും പിന്നെ നമ്മുടെ ബോഡിക്ക് ഒപ്റ്റിമലായിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ട ന്യൂട്രിഷൻ കൊടുക്കുകയും നമ്മുടെ ബോഡി ഇപ്പോൾ ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൊണ്ട് വരിക, അണ്ടർ വെയിറ്റ് ആണെങ്കിൽ കൂട്ടിക്കൊണ്ട് വരിക, വൈറ്റമിൻ ഡെഫിഷ്യൻസീസും അല്ലെങ്കിൽ അമിനോ ആസിഡ് ഡെഫിഷ്യൻസീസും അല്ലെ ഫാറ്റി ആസിഡ് ഡെഫിഷ്യൻസീസും മിനറൽ ഡെഫിഷ്യൻസീസും ഒക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുകയും കൂടെ ചെയ്ത് നമ്മളുടെ ബോഡി ബേസിക്കലി പറഞ്ഞ ഒരു കെമിക്കൽ ഫാക്ടറിയാന്ന് പറയാം. ഈച്ച് സെൽ ഈസ് എ കെമിക്കൽ ഫാക്ടറി. അപ്പോൾ ആ കെമിക്കൽ ഫാക്ടറിക്ക് വേണ്ട സാധനങ്ങൾ കൊടുക്കണം. അത് കൊടുക്കുന്നതിന് പകരം നമ്മളെന്താ കൊടുക്കുന്നത്? മരുന്ന് കൊടുക്കുകയാണ്. അതല്ല അവർക്ക് വേണ്ട. മരുന്ന് കൊടുത്ത് എവിടെയാണ് ബ്ലോക്ക് ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ ബേസിക്കലി ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് കുറച്ചും കൂടെ നമ്മൾ സയൻസ് അഡ്വാൻസ് ചെയ്തു, നമ്മളുടെ ബോഡിയുടെ മെക്കാനിസംസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്താണ്, അതിനുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനെ ബേസ് ചെയ്താണ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനും ന്യൂട്രീഷനും ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫാസ്റ്റായിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റ് ചെയ്യും. കാരണം ഇമ്മ്യൂൺ സിസ്റ്റം ഫാസ്റ്റായിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിധി വരെ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ മേജർ സെൽസ് എല്ലാം വിതിൻ എ വീക്ക് മാറി പുതിയത് വരും. അപ്പോൾ പുതിയത് വരുന്ന സെൽസിന് കറക്റ്റായിട്ട് കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് ഹെൽത്തി ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങാൻ പറ്റുന്നതുകൊണ്ടാണ് ഈ ഈവൻ മെഡിസിൻസിനേക്കാളും വളരെ ഫാസ്റ്റർ റിസൾട്ടാണ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കുമ്പം കാണുന്നത്. പിന്നൊരു കോമൺ ആയിട്ടുള്ളൊരു ഇഷ്യൂ ഈ ചർമ്മത്തെ, ഈ കണ്ണിൻ്റെ ചുറ്റുമുള്ള ചർമ്മത്തിൽ ഇങ്ങനെ കറുത്ത പാട് വരുന്നതാണ്. അത് ശരിക്കും ഈ സ്കിൻ ആയിട്ട് എന്താണ് ബന്ധം? കണ്ണിന് ചുറ്റുമുള്ള സ്കിന്നിൻ്റെത് മാത്രമാണെന്നല്ല, അവർക്കൊരു സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു ഇതുണ്ടാവും. അത് നമ്മൾ പലപ്പോഴും കണ്ണിൻ്റെ ചുറ്റും എന്തെങ്കിലും ഓയിൻമെൻറ്റ് തേച്ചോ ഒക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കും. പക്ഷെ അതുകൊണ്ട് ആകണമെന്നില്ല. അവർക്ക്
മറ്റെന്തെങ്കിലും രോഗം ഡീപ്പറായിട്ടുള്ളത് ഉണ്ടാകും. അത് ഏതാണെന്ന് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്ത് കഴിയുന്നാൽ മാത്രമേ ഈ കണ്ണിൻ്റെ ചിലർക്ക് കാണാം കണ്ണിൻ്റെ ചുറ്റും, ചുണ്ടിൻ്റെ ചുറ്റും. അതൊക്കെ ഈ മിക്കവാറും ഈ അത്തരം പേഷ്യൻസിനൊക്കെ പലപ്പോഴും കാണാറുള്ളത് ഇൻസുലിൻ ലെവൽ അവർക്ക് കൂടുതലായിരിക്കും. അപ്പം അത് ഞാൻ ഒരു കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ. പക്ഷെ അത് മാത്രം വെച്ച് ഇൻസുലിൻ ലെവൽ കൂടുതലായിരിക്കും, ഇൻസുലിൻ ലെവൽ കൂടുതലാണേലും കുറയ്ക്കാനായിട്ട് ഒരു മാർഗ്ഗവുമില്ല. ആകെ ഉള്ളത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക എന്നാണ്. അല്ലാതെ ഒരു മരുന്നെടുത്തിട്ട് ഇൻസുലിൻ ലെവൽ കുറയ്ക്കുക. ഇൻസുലിൻ ഇല്ലെങ്കിൽ നമുക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷൻ കൊടുക്കാം. ഇൻസുലിൻ കൂട്ടാൻ മരുന്നുണ്ട്, പക്ഷെ ഇൻസുലിൻ കുറയ്ക്കാൻ മരുന്നില്ല. അപ്പോൾ അത് ഇൻസുലിൻ്റെ അളവ് ബോഡിയിൽ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡയറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ എക്സസൈസ് കൂട്ടി അങ്ങനെ മാത്രമേ നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാൻ പറ്റുള്ളൂ. ഇൻസുലിൻ സെൻസിറ്റൈസർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മെറ്റ്ഫോമിനൊക്കെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുക എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും വെച്ച് യൂഷ്വലി ഇൻസുലിൻ ലെവലൊന്നും കുറച്ചുകൊണ്ടൊന്നും വരാനോ ഈവൻ ഡയബറ്റീസ് നമുക്ക് ഇതായിട്ട് മാറ്റാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും പേര് ഇതിൽ ഡയബറ്റിക് ആയിട്ട് നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഇതൊക്കെ ഈ സോറിയാസിനാണേലും ഈ സ്കിൻ ഡിസീസ് ആണേലും ഈ ഡയബറ്റീസിനും ഹൈപ്പർ ടെൻഷനും ഒന്നും മരുന്നുകൊണ്ട് മാറില്ല. കാരണം അതിൻ്റെ ഒന്നും മരുന്നിൻ്റെ കുറവ് വെച്ചിട്ടല്ല ഈ രോഗമൊന്നും ഉണ്ടാകുന്നത്. ബേസിക്കലി ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസ്. ഇപ്പോൾ WHO കണക്കിലാണേലും നമ്മുടെ ഇന്ത്യൻ ICMRൻ്റെ കണക്കിലാണേലും ഇതെല്ലാം വരുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിലാണ്. അതിനെ നമ്മൾ മരുന്ന് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാൻ നോക്കി നടക്കുകയില്ലെന്നുള്ള കാര്യം നമ്മൾ ഈ 50 വർഷമായിട്ട് 50 അല്ല ഓൾമോസ്റ്റ് ഒരു എത്രയാണ് നമ്മൾ ഒരു 75 ഇയേഴ്സ് ആകാറായി ഈ മോഡേൺ മെഡിസിൻ ഇത്രയും നമ്മൾ ഈ മെഡിസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. മരുന്നിൻ്റെ ഡിപ്പെൻഡൻസ് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 50 to 75 ഇയേഴ്സിലാണ് ഇത്രയധികം നമ്മൾ മരുന്ന് ഡിപ്പെൻഡൻ്റ് ആകുന്നത്. അപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കാൻ ഉള്ള ഒരു കോമൺ സെൻസ് കാണിക്കണം എല്ലാവരും. കുറച്ചുകൂടെ ലോജിക്കലി ചിന്തിച്ച് അത് മനസ്സിലാക്കി ഇതിൻ്റെ പ്രശ്നം ഇത് മരുന്നുകൊണ്ട് പറ്റില്ല, ഇത് ജീവിതശൈലിയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുന്ന ഒരു കാലം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഈസി ആയിട്ട് മാറ്റാവുന്ന രോഗങ്ങളേ ഉള്ളൂ. ഈ സോറിയാസിസിന്റെ കാര്യത്തിൽ ഇങ്ങനെ പണ്ടേ ഉള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ കോൾ ടാർ വെച്ച് ട്രീറ്റ് ചെയ്യുന്നത്. അതിനെപ്പറ്റി എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ കോൾട്ടാർ, ലിക്വിഡ് പാരഫിൻ അല്ലെങ്കിൽ മറ്റെന്താ ഒരു വാസ്ലിൻ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ ഇതൊക്കെ ഈ മിനറൽ ഓയിൽ, അതൊക്കെ മിനറൽ ഓയിലിൽ വരുന്ന പെട്രോളിയം ബൈ പ്രോഡക്ട്സ് ആയിട്ട് വരുന്ന. കോൾട്ടാർ എന്നുള്ളത് നമ്മളുടെ ടാറ് തന്നെ, നമ്മുടെ ഈ കരിയും ഇത് ഉണ്ടല്ലോ, നമ്മുടെ എന്താ ഈ കൽക്കരിയുടെ ഇതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന സാധനമാണ്. അത് കാർസിനോജനിക് ആണെന്നും കൂടെ ഉള്ളതാണ്. അത് പഴയ കാലത്ത് അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ മരുന്ന്. എന്താണെന്ന് അറിയത്തില്ലാത്ത കാലത്ത് അത് ഇട്ട് കോൾട്ടാർ ഇട്ടിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കുന്ന സമയത്ത് അതൊക്കെ ആയിരുന്നു മെയിൻ. എന്നിട്ട് ഈ ഒരു ടാങ്ക് പോലെ അത്ര മറ്റേ ഈ നമ്മുടെ ഇന്നത്തെ ബാത്ത് പോലെയുള്ളതിനകത്ത് ടാങ്ക് പോലെ ഉണ്ടാക്കി അതിനകത്ത് അവരെ എടുത്ത് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അന്നൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ് നമ്മളുടെ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു 27 വയസ്സുള്ളൊരു യങ് മാൻ, അദ്ദേഹം വരുമ്പോൾ കംപ്ലീറ്റ് അവരുടെ മേത്ത് മൊത്തം ഇത് മനസ്സിലാകുകയില്ല. എക്സിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അറിയില്ല, സോറിയാസിസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണെന്ന് പറയാൻ പറ്റില്ല. കാരണം പൊളിഞ്ഞും വരുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ വെള്ളം ഒലിക്കുന്നുണ്ട്, ഈവൻ ചെവിക്കകത്തുണ്ട്, ഈവൻ കണ്ണിൻ്റെ പോളയിൽ പോലും ഇല്ലാത്ത സ്ഥലമില്ല, എല്ലാം സ്കിൻ ഡാമേജ്ഡാണ്, മൊത്തത്തിൽ കറുത്ത നിറവും ഇതൊക്കെ. അദ്ദേഹത്തിന് ഒരു 3 മാസം ആയപ്പോഴേക്കും ഹോൾ ബോഡി കറക്റ്റ് ആയെന്നുള്ളതാണ്. അപ്പം ഒന്ന് ആലോചിച്ച് അവൻ്റെ അപ്പം അച്ഛനും മോനും കൂടെയാണ് എപ്പോഴും വരുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഈ മോനുണ്ടായി കഴിഞ്ഞിട്ട് ഒരു 4-5 വയസ്സ് ഉണ്ടായ ആദ്യകാലത്ത് തന്നെ ഉണ്ട്, ഒരിക്കലും മാറിയിട്ടില്ല. അത് ചെവിക്കകത്തും എല്ലായിടത്തും ഉണ്ട് താനും. അത് ഫസ്റ്റ് ടൈമാണ് അവർക്ക് അത്ര ഒരു റിലീഫ് കിട്ടുന്നതെന്നുള്ളതാണ്. അപ്പം ആദ്യം തുടങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈവൻ റൈസിന് പോലും അലർജി ആയിരുന്നു, അരിയോട് പോലും അലർജി ഉണ്ട്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് സെറ്റിലായി കഴിഞ്ഞപ്പം അവർ സ്വയം തന്നെ കണ്ടുപിടിക്കൂല. എല്ലാവർക്കും നമുക്ക് റൈസിനോടാണല്ലോ താല്പര്യമുള്ളത്. അല്ലാത്ത സാധനവും കഴിക്കാം, കപ്പയും റാഗിയും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും റൈസിന് ഇപ്പം സ്വയം തന്നെ കണ്ടുപിടിച്ച് പറഞ്ഞു വെള്ളരി പച്ചരി ആണെങ്കിൽ വലിയ കുഴപ്പമില്ല എന്ന്. അതേ സമയത്ത് നമ്മളെപ്പോഴും കരുതും നമ്മളുടെ നാടൻ
നമ്മൾ പുഴുങ്ങിയ അരിയാണ് എപ്പോഴും നമ്മൾ സേഫ് എന്നാണ് നമ്മൾ ജനറലി കരുതിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കുട്ടി തന്നെ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞ് എല്ലാം ശരിയായി കഴിഞ്ഞിട്ട് അവൻ പതുക്കെ ഇപ്പോൾ ഈ കുറേശ്ശെ റൈസ് കഴിക്കുന്നുണ്ട്. വെള്ള അരി കഴിച്ചു കഴിഞ്ഞാൽ അത്രയും കുഴപ്പമില്ല എന്ന്. പക്ഷേ അപ്പം എന്നാലും നമ്മളത് ഓൾറെഡി നമുക്ക് ചേരുന്നില്ലാത്ത ചിലപ്പോൾ മറ്റേ അരിയുടേതായിരിക്കാം, ഏതെങ്കിലും ഒരു അരിക്ക് വലിയ കുഴപ്പമില്ലാതെ വരാം. അപ്പം എനിവേ ഒരു 3 months ആയപ്പോഴേക്കും ഈ 27 വർഷമായിട്ടുണ്ടായിരുന്ന ഇത് മാറി കംഫർട്ടബിൾ ആകാൻ പറ്റി എന്നുള്ളതാണ്. അപ്പം അത് പോസിബിൾ ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും നമ്മൾ സോറിയാസിസും എക്സിമ ഒന്നും ഒരിക്കലും മാറുകയില്ല എന്നാണല്ലോ കരുതുന്നത്. പക്ഷെ ഇതൊക്കെ പോസിബിളാണ്. പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കി എടുക്കാനും ഉള്ള അതിനോടുള്ള ഒരു താല്പര്യം വരണം. പക്ഷെ മിക്കവാറും പേഷ്യൻസ് ഒക്കെ ഇതിനൊക്കെ ഇത് ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ഒക്കെ ആകുമ്പോൾ അവർക്ക് അവരുടെ സ്കിന്നും അവരുടെ ലൈഫ് തന്നെ പോകുന്ന ഒരു കാര്യമാണ് വരുന്നത്. പലരും ഉണ്ട് മാരേജ് പറ്റാതിരിക്കുകയും ഇങ്ങനെ സ്കിൻ ഡിസീസ് കാരണം. പക്ഷെ ചിലർക്ക് ഒട്ടും പറ്റുകയില്ല. ആ ഫുഡിൻ്റെ ഒന്നും വേണ്ട, ജോലിയാണ്, ഞാൻ ട്രാവൽ ചെയ്യുമായിരുന്നു, അതുകൊണ്ട് എനിക്കത് നോക്കാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞാൽ പറ്റില്ല. ഇതിപ്പോൾ ഓട്ടോഇമ്മ്യൂൺ ഡിസീസാണ്. ഇത് സീരിയസ് ആയിട്ട് തന്നെ നോക്കുകയും ബോഡി മാനേജ് ചെയ്യാനും ഫുഡ് മാനേജ് ചെയ്യാനും കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് ലൈഫ് സ്റ്റൈൽ കറക്ഷനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിലും കുറച്ച് എക്സ്പെൻസും വരുന്നുണ്ട്. അപ്പം പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ടെസ്റ്റുകൾ കണ്ടുപിടിച്ച് ഇത് പലതും നമ്മുടെ ബോഡിയെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കണം. വെറുതെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞൊരു പ്രിസ്ക്രിപ്ഷൻ മെഡിസിനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറ്റൂല അത്. കാരണം നമുക്ക് ഈ എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്നുള്ളത് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റുകൾ നോക്കണം, അത് കറക്റ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ന്യൂട്രീഷൻ ആണെങ്കിൽ തന്നെ ഏറ്റവും മിനിമം നമ്പർ ഓഫ് ഫുഡിൽ നിന്ന് എല്ലാ ന്യൂട്രീഷനും കറക്റ്റായിട്ട് കിട്ടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ടീവായിട്ട് തന്നെയുള്ള എടുക്കേണ്ടി വരും. അങ്ങനെ പല എക്സ്പെൻസും ഈ ഇതിനകത്താണേലും വരുന്നുണ്ട്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പലർക്കും ആ ഒരു ബുദ്ധിമുട്ടും കൂടെ വരാറുണ്ടെന്നുള്ളതാണ്. പിന്നെ ട്രാവലൊക്കെ ചെല്ലുമ്പോൾ അവർ മടിയായിരിക്കും. ചിലർക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവർ ഭയങ്കര ഫുഡിനോട് അട്രാക്റ്റഡ് ആയി. പ്രത്യേകിച്ച് ഓവർ വെയിറ്റ് ആയിട്ടുള്ളവർക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാനും ഒരു 3 months അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ നമുക്ക് ഇത് ചെയ്യാം. പക്ഷെ അതിനെങ്കിലും ഉള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം. അപ്പോൾ ഒരു 3 months നമുക്ക് ഇതിൽ തന്നെ, പ്രത്യേകിച്ച് ഒത്തിരി സിവിയർ ഡിസീസ് ഉള്ളവർ, ഈ ഹോൾ ബോഡി വർഷങ്ങളായിട്ടുള്ളവർ ഒരു 2-3 മാസം അതിന് വേണ്ടിയിട്ട് തന്നെ ഡയറ്റും ഒക്കെ നോക്കാനും, അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മാനേജ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അത് സെറ്റിൽഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളതൊക്കെ കുറച്ചും കൂടി നോക്കി ചെയ്യാൻ പറ്റും. പലപ്പോഴും ഈ ചർമ്മത്തിൻ്റെ അസുഖങ്ങളുള്ളവർക്ക് മാനസികമായിട്ടും അവർക്ക് ഒരു മെൻ്റൽ ഹെൽത്ത് പോയിന്റ് ഓഫ് വ്യൂവിലും അവർക്കൊരു വീക്ക്നെസ് പോലെ വരാറുണ്ട്. അത് അങ്ങനത്തെ സാഹചര്യത്തിൽ ശരിക്കും എന്താണ് അവർക്ക് ശ്രദ്ധിക്കേണ്ടത്? മാനസികമായിട്ട് നമ്മളുടെ സ്കിന്നിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആരും മാനസികമായിട്ട് തളർന്നു പോകുമല്ലോ. ബേസിക്കലി നമ്മളെല്ലാവരും ഏത് രോഗിയാണ്, ഏതാളാണേലും ഒരു സ്കിൻ ഡിസീസ് വരുമ്പോൾ അവർ മാനസികമായിട്ട് തളരും. അത് വൺ ആസ്പെക്ട്. രണ്ടാമത്തെ കാര്യം, ഇത് സ്കിന്നിലെ അസുഖം തന്നെ നമ്മുടെ ബ്രെയിനിനെയും നെർവിനെയും കൂടെ ബാധിക്കുന്നുണ്ട്. ഇതൊരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസാണ്. അപ്പം പലരും ഭയങ്കര ഇറിറ്റബിൾ ആകാനോ അവരുടെ അസുഖം ഈ അസുഖം നമ്മുടെ നെർവ്സിനെയും ബാധിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അതും അവരുടെ മാനസിക രോഗത്തിന് കാരണമാകുന്നു. പിന്നെ മാനസികത്തിന് വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്നും കൂടെ ഉണ്ടെങ്കിൽ അത് വീണ്ടും ഇതിനെ അഗ്രവേറ്റ് ചെയ്യും, സ്കിന്നിൻ്റെ പ്രശ്നങ്ങളെ അഗ്രവേറ്റ് ചെയ്യും. അപ്പം ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആയിട്ടാണ് നടക്കുന്നത്. നമ്മൾ ഈ മോഡേൺ മെഡിസിനിലൊക്കെ ആണെങ്കിൽ ഇപ്പം എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കിന്നിനൊരു ഡോക്ടർ, കണ്ണിനൊരു ഡോക്ടർ, ഇപ്പം ഈ സ്കിൻ ഡിസീസ് ഉള്ള ആൾക്ക് ചിലപ്പം uveitis ഉണ്ടാകും. അപ്പം നമ്മൾ കണ്ണിൻ്റെ ഡോക്ടറായിരിക്കും അത് ചികിത്സിക്കുന്നത്. പിന്നെ അവർക്ക് അതിൻ്റെ കൂടെ ഡയബറ്റീസ് ഉണ്ടാകും, അതിന് ഡയബറ്റോളജിസ്റ്റ് ആയിരിക്കും ചികിത്സിക്കുന്നത്. പിന്നെ ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ ആർത്രൈറ്റിസിൻ്റെ ഡോക്ടറായിരിക്കും, ഹാർട്ടിൻ്റെ ഉണ്ടെങ്കിൽ ഹാർട്ടിൻ്റെ ഡോക്ടറായിരിക്കും. പക്ഷെ ഓരോ ഓർഗനുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്താണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാം കൂടെ മരുന്ന് വരുന്നുണ്ടാകും. ഈ ഓരോ മരുന്നും നമ്മുടെ ബോഡിക്ക് ടോക്സിനാണ്. അപ്പോൾ നമ്മുടെ ഓൾറെഡി കിഡ്നിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ടോക്സിൻ എല്ലാം പുറത്തേക്ക് വിടാനായിട്ട് നമ്മുടെ സ്കിന്നിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഇത് പിന്നെയും സ്കിന്നിനെ അഫക്റ്റ് ചെയ്യും. സോ നമുക്ക് ഇതിൽ വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിനിക്കലി സപ്പോർട്ടഡ് നമ്മൾ ഇങ്ങനത്തെ ഈ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റിൽ വരുമ്പം നമ്മൾ ഓരോന്നായിട്ട് മരുന്നുകൾക്ക് എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൊണ്ട് ഒന്ന് നിർത്താനാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫസ്റ്റ് മന്ത് ടോട്ടലി മരുന്ന് ഇല്ലാതെ തന്നെ എല്ലാ മരുന്ന് സിംറ്റംസിനാണല്ലോ കഴിക്കുന്നത്. ഷുഗർ കൂടിയതിന്
പ്രഷർ 3-4 മരുന്നായിരിക്കും ഡയബറ്റിക് പേഷ്യൻസ് കഴിക്കുന്നത്. പ്രഷറിന് വേണ്ടിയിട്ട് 3-4 മരുന്നുണ്ടാകും പലരും. പിന്നെ കൊളസ്ട്രോളിനുണ്ടാകും. പിന്നെ ഹാർട്ടിന് വേണ്ടിയിട്ട് ആസ്പിരിനും ക്ലോപ്പിഡോഗ്രലും കൊളസ്ട്രോളിന് വേണ്ടിയിട്ടും ഒക്കെ അങ്ങനെ കുറേ മരുന്നുകളായിരിക്കും. ഇതെല്ലാം കെമിക്കൽസാണ്. ഇതെല്ലാം നമ്മുടെ സിസ്റ്റത്തിനെയും ഇതൊന്നും നമ്മുടെ പോഷകമൊന്നും അല്ലല്ലോ. മരുന്നെന്ന് പറയുന്ന പോഷകമൊന്നും അല്ലല്ലോ. അപ്പം അതിനെ കുറച്ചുകൊണ്ട് ഒന്ന് നിർത്തുന്നതിലാണ് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. കുറച്ച് മരുന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ 1-2 ആഴ്ച കൊണ്ട് തന്നെ തീരും. പിന്നെ ബാക്കി കൂടുതൽ മരുന്നുള്ളവർക്കാണെങ്കിൽ മാക്സിമം 1 മാസം. പിന്നെ ഈ സ്കിൻ ഡിസീസിന് വേണ്ടിയിട്ട് തന്നെ ഈ പല സ്കിൻ പ്രോബ്ലം ഉള്ളവരും, പ്രത്യേകിച്ച് സോറിയാറ്റിക് ആർത്രൈറ്റിസ്, സോറിയാസിസ്, എക്സീമ, അലർജി, ഇതെല്ലാം കൂടെ ഉള്ളവർ ചിലർ 3-4 ഇമ്മ്യൂണോസപ്രസൻസും മെത്തോട്രെക്സേറ്റ് പോലെയുള്ള മരുന്നും ഒക്കെ കൂടെ ആയിരിക്കും കഴിക്കുന്നത്. അത് എല്ലാം കൂടെ 3-4 എണ്ണം മെത്തോട്രെക്സേറ്റ് 20-25 മില്ലിഗ്രാം ഒക്കെ 2 ആഴ്ച 2 നേരമൊക്കെ കഴിക്കുന്നവരാണ്. ഇവരെയും കാണാറുണ്ടെന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ഉള്ളവരുടെ ഇതൊക്കെ കുറച്ചുകൊണ്ട് വരാൻ ചിലപ്പോൾ ഒരു 2 മാസമൊക്കെ എടുത്തെന്നിരിക്കും. 2-3 മാസമൊക്കെ മാക്സിമം. അതിന് മുമ്പ് പറയുന്ന പോലെ, അതായത് പേഷ്യൻ്റ് ഇതിലെല്ലാം ഒരു കാര്യം കൂടെ ഓർക്കണം. പേഷ്യൻറ്റിൻ്റെ എത്ര കറക്റ്റായിട്ട് നോക്കി ചെയ്യുന്നു, അവരുടെ ഇൻ്റലിജൻസും അവർക്കും. ഇപ്പം നമ്മൾ ചിലരാണെങ്കിൽ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് ചെറിയ ഫുഡിൻ്റെയൊക്കെ അവർ തന്നെ കണ്ടുപിടിക്കും. ചിലർക്കാണെങ്കിൽ അത്രയ്ക്കൊന്നും ഇതുണ്ടാവില്ല. പക്ഷെ ജനറലി എല്ലാവരും നല്ല ഇതാണ്. ഒരു വെരി ഫ്യൂ പേഷ്യൻസ് മാത്രമാണ് അങ്ങനെ ഒരു ചേർന്ന് പോകാനൊക്കെ പറ്റാതെ വരുന്നത്. കാരണം അത് അവർക്കെല്ലാം പറഞ്ഞും കൗൺസിലിംഗ് ചെയ്തും ഒക്കെ വരുന്ന കാരണം അങ്ങനെയുള്ളവർ അത് ചേർന്നിട്ട് കാര്യമുള്ളൂ. അവർക്കത് മനസ്സിലാക്കി എടുത്ത് ചെയ്യുമ്പോൾ എല്ലാവർക്കും തന്നെ നല്ല റിസൾട്ടാണ് വരുന്നത് എന്നുള്ളതാണ്. പിന്നെ ഈ ചർമ്മത്തിൽ ഒരു ഇങ്ങനെ വിണ്ട് കീഴിയും പൊട്ടിയും ഒക്കെ പോകുന്ന ഒരു അലർജി പോലെ, മരുന്നിനോടുള്ള അലർജി ആയിട്ട് വരുന്ന ഈ സ്റ്റീവൻസ് ജോൺസൺ സിൻഡ്രോം, അത് ശരിക്കും അങ്ങനെ നമ്മൾ പലപ്പോഴൊക്കെ കേൾക്കാറുണ്ട്. അങ്ങനെ സഡനായിട്ട് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് മരുന്ന് കഴിച്ച ആള് ഇത് വന്നിട്ട് അങ്ങനെ വളരെ ക്രിട്ടിക്കലായി പോകുന്നു എന്നൊക്കെ. അത് ശരിക്കും എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു ഒരു സിവിയർ റിയാക്ഷൻ വരുന്നതാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചിലപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഒരു മെഡിക്കൽ ലീഗൽ ലിറ്റിഗേഷൻ വന്നത്. അത് അമേരിക്കയിൽ നിന്നുള്ള 2 നമ്മുടെ ബംഗാളിലെ ഒരു ഹോസ്പിറ്റലിൻ്റെ ആണ്. എന്തോ 5 crore ആയിരുന്നു അത് ഡോക്ടറും ഹോസ്പിറ്റലും കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു വെച്ചത്. അത് അവരിവിടെ ടൂറിന് വന്നതാണ്. ഒരു വെക്കേഷന് വന്നപ്പം അവർക്കെന്തോ പനി വന്നപ്പം അവർ മരുന്ന് മേടിച്ചു കഴിച്ചു. മരുന്ന് കഴിച്ചപ്പം അവർക്ക് ഈ സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോമിലേക്ക് പോയി. അപ്പോൾ ഈ സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോമിലേക്ക് പോയപ്പം പിന്നെ ആകെ കൊടുക്കാനുള്ളത് അപ്പോൾ ഈ സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം വരാൻ ഈ മരുന്നാണോ അതോ ഈ വൈറസ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില വൈറൽ ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലർക്ക് അതുപോലെ വരാം. അതുപോലെ ചില വൈറൽ ഇൻഫെക്ഷൻ കഴിക്കുന്ന ഇപ്പോൾ പാരസിറ്റമോൾ പോലെയുള്ള അല്ലെങ്കിൽ ആസ്പിരിൻ പോലെയുള്ള മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം കൂടാനും സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ എന്തോ വന്നു. എനിവേ ആ പേഷ്യൻ്റ് അങ്ങനെ സിവിയർ ഇതിലേക്ക് പോയി. എനിക്ക് തോന്നുന്നു ഒരു സ്പൈസ് ഡോക്ടറും കൂടെ ആയിരുന്നു എന്ന് തോന്നുന്നു. അത് ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാനുള്ളത് ആകെ സ്റ്റീറോയിഡ് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാനില്ല. സ്റ്റീറോയിഡ് കൊടുക്കുമ്പോൾ എന്ത് പറ്റും? എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരും. ഇവരുടെ സ്കിന്നെല്ലാം പീൽ ഓഫ് ചെയ്ത്, സ്കിന്നും മ്യൂക്കസ് മെംബ്രെയിൻ എല്ലാം പീൽ ഓഫ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അപ്പം മരണം സംഭവിക്കുന്നത് മിക്കവാറും ഒന്നെങ്കിൽ ഇൻഫെക്ഷൻ വന്നിട്ടായിരിക്കും. പിന്നെ കൊടുക്കാൻ പറ്റുന്നത് സ്റ്റീറോയിഡാണ്. ഇൻഫെക്ഷൻ വന്നിട്ടായിരിക്കും ആള് മരിക്കുന്നത്. അപ്പം അതിലെന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡോക്ടറും ഹോസ്പിറ്റലും ഒക്കെ ചൂടാകേണ്ട വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഒരു ആഴ്ചയിൽ 1 വെച്ച് കൊടുക്കുന്ന സ്റ്റീറോയിഡ് ഇഞ്ചക്ഷനാണ്. വെരി ഹെവി ഡോസാണ്. അതെന്തോ ഡെയിലി എന്തോ കൊടുത്തു. അപ്പം അതുകൊണ്ട് അത്ര ഇമ്മ്യൂണോസപ്രഷൻ വന്നിട്ട് പേഷ്യൻ്റ് ഇൻഫെക്ഷൻ വെച്ചാണ് മരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൽ എന്തെങ്കിലും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റീവൻ ജോൺസൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷനോ അതൊന്നും ആ സമയത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. കാരണം പേഷ്യൻ്റ് അത്ര സിക്കായിരിക്കും. നമ്മൾ മെഡിക്കൽ കോളേജിലൊക്കെ ആണെങ്കിലും വാഴയിലയിലാണ് കിടത്തുന്നത്. കാരണം തുണിയെ കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്കിന്നെല്ലാം അതിലേക്ക് ഒട്ടിപ്പോവും. അപ്പം വാഴയിലയിൽ ഓയിൽ വെച്ചൊക്കെയാണ് അങ്ങനെയുള്ള പേഷ്യൻസിനെ കിടത്താൻ തന്നെ പറ്റുന്നത്. അത്രയ്ക്ക് സിവിയർ. ഈവൻ കണ്ണിനെയൊക്കെ മ്യൂക്കസ് മെംബ്രെയിനൊക്കെ ഒന്ന് കാഴ്ച പോയിട്ടുള്ള പേഷ്യൻസും ഒക്കെ ഉണ്ട്. അപ്പം നമ്മളൊരു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇൻഫെക്ഷൻ എന്തെങ്കിലും അലർജിന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ മരുന്ന് നിർത്തുക. അത് പിന്നെയും കഴിച്ചുകൊണ്ടിരുന്ന് കഴിയുമ്പോഴാണ് സ്റ്റീവൻ ജോൺസണിലേക്ക് പോകുന്നത്.
അപ്പോൾ ഒരു ഷോർട്ട് ടൈമിന് മരുന്ന് കഴിച്ച ഒരാളാണെങ്കിൽ ആ മരുന്നിൻ്റെ മാത്രം ആവണമെന്നില്ല. അതിന് ഡോക്ടറെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം ചില മരുന്നുകൾക്ക് ആ സൈഡ് ഇഫക്റ്റ് ഉണ്ട്, വരാവുന്നതാണ്. സ്കിൻ പ്രോബ്ലംസ് പല ഇതിലും വരാം. അപ്പോൾ എന്തെങ്കിലും ഒരു സ്കിന്നിന് ലീഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ മരുന്ന് നിർത്തുക, ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്. ഇപ്പോൾ ഒരു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒരു വർഷമായിട്ട് മരുന്ന് ഞാൻ ഇത് കഴിച്ചുകൊണ്ടിരുന്നതാണ്, എന്നിട്ടിപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതാണെന്ന് ചിന്തിക്കാതെ ഇരിക്കും. അത് വരണമെന്ന് നിർബന്ധമില്ല. ഒരു വർഷമല്ല, 5 വർഷമായിട്ട് കണ്ടിന്യൂസ് കഴിച്ചുകൊണ്ടിരുന്ന മരുന്നാണെങ്കിലും ചിലപ്പം അതിനോടായിരിക്കും. പക്ഷെ അന്നേരം ചിലപ്പോൾ അക്യൂട്ടായിട്ടായിരിക്കില്ല. ആദ്യം ചിലപ്പോൾ സ്കിന്നൊന്ന് കറക്കാനായിരിക്കും തുടങ്ങുന്നത്, എന്നിട്ട് ചെറുതായിട്ട് ചൊറിച്ചിൽ മാത്രമായിരിക്കും. അങ്ങനെ വരുന്ന ആൾക്കാർക്ക് സ്കിന്നിന് മാത്രമാവണമെന്നില്ല, കിഡ്നി അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം എന്ത് മരുന്നാണേലും ലോങ് ടൈമിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മുടെ സ്കിന്നിന് നിറവ്യത്യാസമൊക്കെ വരുന്നുണ്ടെങ്കിൽ അപ്പോഴേ ശ്രദ്ധിക്കുക. അത് എന്തോ മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റ് കൊണ്ട് സ്കിന്നിന് പ്രോബ്ലം സ്റ്റീവൻ ജോൺസണിലേക്ക് പോകുന്നതെന്ന് മാത്രമല്ല, കിഡ്നിക്കോ ലിവറിനോ ഫെയിലിയർ വന്നിട്ടുണ്ടാകാം. കിഡ്നിയോ ലിവറിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാകാം. കാരണം കിഡ്നിയും ലിവറും സ്കിന്നും ഒന്നിച്ചാണ് ഈ വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യുന്നത്. അവർ 3 പേരും ഇക്വലി പങ്കാളികളാണ് അതിൽ. അപ്പോൾ ഒരാൾ സിക്ക് വന്നു കഴിയുമ്പോൾ മറ്റേ ആളുടെ വർക്ക് ലോഡ് കൂടും. അപ്പം അതും വരാം. അപ്പം നമ്മൾ എപ്പോഴും മരുന്നുകൾ കഴിക്കുന്നവരൊക്കെ എപ്പോഴും ഓർക്കേണ്ട സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോമിലേക്ക് എത്തരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ അവർക്ക്, പിന്നെ നമ്മളെപ്പോഴും മരുന്നൊക്കെ എടുക്കുമ്പോൾ ഈ കറക്റ്റായിട്ടുള്ള അതൊന്നും സാധാരണ തെറ്റാറില്ല. ഈ പറഞ്ഞ മറ്റേ ലിറ്റിഗേഷൻ കേസിലൊക്കെ അത് എന്തോ സംഭവിച്ചു, ഒരു തെറ്റ് പറ്റിപ്പോയതാണ്. അപ്പോൾ അതിൻ്റെ ഹെവി ഡോസ് സ്റ്റിറോയിഡും ഇമ്മ്യൂണോ സപ്രഷനും വന്ന് ഇൻഫെക്ഷന് പോയത് കൊണ്ടാണ് മരുന്ന് പേഷ്യൻറ്റിന് അങ്ങനെ സംഭവിക്കാൻ കാരണം. പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ സ്കിന്ന് നമ്മളുടെ എല്ലാ രോഗങ്ങളുടെയും ഒരു നമ്മൾ എന്താ മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഒരു ഇൻറ്റേർണൽ ഹെൽത്തിൻ്റെ ഒരു കണ്ണാടിയാണ് സ്കിന്നെന്ന് മനസ്സിലാക്കുക. അത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഇഗ്നോർ ചെയ്യുകയല്ല, അതെന്താണെന്ന് കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്യണം. അല്ലാതെ ഇപ്പം മുഖത്ത് കറുപ്പ് നിറമുണ്ട്, അത് കുറേ നാളായിട്ടുണ്ട്, അതങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ആ കറുപ്പ് നിറം വന്ന് ഇപ്പം കിഡ്നി ഫെയിലിയറിൽ എത്തണമെന്നുണ്ടെങ്കിൽ മുഖത്ത് കറുപ്പ് വന്നിരിക്കുന്നത് കിഡ്നിയുടെ പ്രോബ്ലം കൊണ്ടായിരിക്കും. കിഡ്നി ഫെയിലിയർ എത്തുന്നത് ശരിക്കും GFR ഒക്കെ പോയി കിഡ്നി കംപ്ലീറ്റ് പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സിംറ്റമായിട്ട് നീർക്കെട്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു റീനൽ ഫെയിലിയറിൻ്റെ സിംറ്റംസ് കാണിക്കണമെങ്കിൽ കിഡ്നി കംപ്ലീറ്റ് പോകണം. പക്ഷെ അതിന് മുമ്പ് നമുക്ക് സ്കിന്നിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ പറ്റും. അവിടെ വെച്ചത് കണ്ടുപിടിച്ച് കിഡ്നിക്കാണോ, അപ്പം സ്കിൻ പ്രോബ്ലം ഉള്ളവരെല്ലാവരും കിഡ്നി ഫംഗ്ഷൻ, പ്രത്യേകിച്ച് GFRഉം ഒരു ഫുൾ റീനൽ ഫംഗ്ഷൻ ചെയ്യുക, ഒരു ഫുൾ ലിവർ ഫംഗ്ഷൻ ചെയ്യുക. കാരണം ഇത് മൂന്നും ഏറ്റവും പ്രധാനം. ഈ 3 അവയവങ്ങളും ഒരേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, മറ്റുള്ള കാര്യങ്ങൾ അവർക്കുണ്ട് ചെയ്യാൻ, പക്ഷേ ഒരു വിസർജനാവയവമാണ്. അവിടെ എന്തോ ടോക്സിൻസ് വരുന്നുണ്ട്, എന്തോ പ്രശ്നമുണ്ട്. ഒരാൾക്ക് അസുഖം വരുമ്പോൾ മറ്റേ ആൾക്ക് ഉണ്ടോ എന്ന് നോക്കാം. ലിവറും കിഡ്നിയും എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളൊരു സിംറ്റമാറ്റിക് ആവുള്ളൂ. ലിവറിനാണേലും അത് തന്നെ, ലിവർ കംപ്ലീറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയുള്ളൂ, ലിവറും കംപ്ലീറ്റ് പോയി കഴിഞ്ഞാൽ അറിയുള്ളൂ. പക്ഷെ അതിന് മുമ്പേ നമ്മുടെ സ്കിന്നിൽ അതിൻ്റെ ലക്ഷണങ്ങളുണ്ടാകും. അവിടെ വെച്ച് നമ്മൾ സ്കിന്നിനോ കിഡ്നിക്കോ ലിവറിനോ പ്രശ്നമുണ്ടോ എന്ന് കണ്ടുപിടിച്ച് നേരത്തെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ റിവൈവ് ചെയ്യാൻ പറ്റും, ഫെയിലിയറിലേക്ക് പോകുന്നത് ഒഴിവാക്കാനും പറ്റും. ഈ വെള്ളപ്പാണ്ടിൻ്റെ കാര്യത്തിൽ ശരിക്കും അത് എന്താണ് മനസ്സിലാക്കേണ്ടത്? പലപ്പോഴും ഇത് തുടക്കത്തിലില്ലാതെ ചിലപ്പം 25 വയസ്സ് 30 വയസ്സൊക്കെ ആയി കഴിഞ്ഞിട്ടായിരിക്കും ഇത് തുടങ്ങുന്നത്. അതെന്തുകൊണ്ടാണ്? മിക്കവാറും രോഗങ്ങളെല്ലാം പ്രായം കൂടുന്നതനുസരിച്ചാണല്ലോ. പ്രത്യേകിച്ച് വെള്ളപ്പാണ്ടിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ്. നമ്മളുടെ ബോഡിയിൽ ടോക്സിൻസ് അക്യുമുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ നമ്മളുടെ ഈ മെലനോസൈറ്റ് എന്ന് പറയും, നമ്മളുടെ സ്കിന്നിന് നിറം കൊടുക്കുന്നത്. നമ്മളുടെ ബ്ലാക്ക് സ്കിന്നുകാർക്ക് കൂടുതൽ മെലനോസൈറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് അവർ ഡാർക്കായിട്ടിരിക്കുന്നത്. സായിപ്പിൻ്റെയൊക്കെ മെലനോസൈറ്റ് കുറവാണ്, അതുകൊണ്ടാണ് അവർ കൂടുതൽ വെളുത്തിരിക്കുന്നത്. നമ്മുടെ ഇടയിൽ കൂടുതൽ വെളുത്തവർക്ക് കുറച്ച് മെലനോസൈറ്റാണ്, കൂടുതൽ കറുത്തവർക്ക് കൂടുതൽ മെലനോസൈറ്റ് ഉണ്ട്. അപ്പോൾ അത് മെലാനിൻ എന്ന് പറഞ്ഞൊരു പിഗ്മെൻ്റ് ഉണ്ടാക്കും. ഈ വെള്ളപ്പാണ്ട് വരുന്നത് ഈ മെലനോസൈറ്റ് എന്ന് പറയുന്ന സെല്ലുകൾ നശിക്കുകയാണ്. അതിനെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ഈ മെലനോസൈറ്റിനെ ഡിസ്ട്രോയ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെയാണ് വെള്ളപ്പാണ്ട് ഉണ്ടാകുന്നത്. അപ്പം വെള്ളപ്പാണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളൊരു മരുന്ന് കഴിച്ച് വെച്ചിട്ട് സൂര്യപ്രകാശം കൊള്ളുക, അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് റേസ് എടുപ്പിക്കുന്നത്.
ഈ അൾട്രാവയലറ്റ് റേസിന്റെ ശരിയാണ്, അൾട്രാവയലറ്റ് റേസ് കൂടുതലുള്ള അല്ലെങ്കിൽ നമ്മൾ സൂര്യപ്രകാശം കൂടുതൽ നമ്മുടെ മേത്ത് വീഴുന്ന ട്രോപ്പിക്കൽ കൺട്രീസിലുള്ളവർക്കാണല്ലോ കൂടുതൽ ഡാർക്കർ സ്കിൻ ഉള്ളത്. ഇപ്പൊ ആഫ്രിക്കൻസിന് അവർ കറുത്തിരിക്കുന്നത് അവർക്കൊരു പ്രൊട്ടക്ഷൻ ആണത്, നമുക്ക് സ്കിൻ ക്യാൻസർ വരാതിരിക്കാനായിട്ട്. അപ്പം നമ്മളുടെ ഈ അൾട്രാവയലറ്റ് റേസ് നമ്മുടെ സ്കിന്നിൽ വന്ന് നമുക്ക് ക്യാൻസർ വരുത്താതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷനാണ്. പക്ഷെ നമ്മൾ ഈ ഓട്ടോഇമ്യൂൺ ഡിസീസ് വന്ന് നമ്മൾ ഈ ഇങ്ങനത്തെ റേഡിയേഷനും ഇതുമൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനെ മോർ സെൻസിറ്റൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് തന്നെ സൈഡ് ഇഫക്റ്റ് സ്കിൻ ക്യാൻസറാണ്. അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. ഇതിന് വേണ്ടിയിട്ട് മരുന്നെടുക്കുന്നവർ ശരിക്കും അവർ ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ സ്കിന്നിൻ്റെ ആ നിറവ്യത്യാസം കണ്ട് തുടക്കത്തിലേ വല്ലതും ആണെങ്കിൽ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. അല്ല പിന്നെ ചിലരുണ്ട് 10, 17 വയസ്സും 12 വയസ്സും 13 വയസ്സും ഒക്കെ ഉള്ള പിള്ളേർക്ക് പോലും ഇപ്പോൾ വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം അത് തുടങ്ങുമ്പോൾ ശരിക്കും അങ്ങ് തീരെ വെളുത്തു പോയിട്ടും ഉണ്ടാവില്ല, ഒരു കുറച്ചങ്ങ് മങ്ങിയിട്ടേ കാണുകയുള്ളൂ. ആ സമയത്ത് തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഓട്ടോഇമ്യൂൺ ഡിസീസ് വെള്ളപ്പാണ്ട് കൂടുതൽ പ്രോഗ്രസ് ചെയ്യുന്നത് തടയാൻ പറ്റും. അവിടെ വെച്ച് നമ്മൾ അത് തടയണമെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണം. എന്തുകൊണ്ടാണ് ഇമ്മ്യൂൺ സിസ്റ്റം ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയിൽ ടോക്സിൻസ് എന്തെങ്കിലും അടിഞ്ഞു കൂടിയിട്ടുണ്ടോ, അതെല്ലാം കളഞ്ഞ് നമുക്ക് പറ്റാത്ത ഫുഡ് എന്താ നമ്മൾ കഴിക്കുന്നത്, ഇതൊക്കെ നോക്കി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ തിരിച്ചു കൊണ്ടുവരാൻ ഈസി ആയിട്ടുള്ളത് തുടങ്ങുമ്പോഴേ ഉള്ളൂ. അപ്പോൾ ഒരു 16 ഇയേഴ്സേ ഉള്ളൂ ഒരു ബോയ്. അതിൻ്റെ ചെസ്റ്റിൽ നല്ലൊരു പാട് വന്നു. ഒരു 1.5 വർഷമായിട്ടോ 2 വർഷമായിട്ടോ ഈ നമ്മൾ സ്റ്റാൻഡേർഡ് മെഡിസിൻസ് ഉണ്ട്, മോഡേൺ മെഡിസിൻ എടുക്കുന്ന, അതും അൾട്രാവയലറ്റ് റേസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക. കുറച്ച് മങ്ങിയിട്ടുണ്ട്, പക്ഷെ എന്നാലും മാറിയിട്ടില്ല. ഈ 1.5 വർഷമായിട്ടും അത് മാറിയിട്ടില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് ആ കുട്ടി അവരുടെ പേരൻസ് എന്തോ ഡയബറ്റീസിന് മറ്റേ അസുഖങ്ങൾക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ചോദിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അവർക്കറിയാമല്ലോ ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിയാം, ഇതിന് പറ്റുമോയെന്ന് അറിഞ്ഞ് ചോദിച്ചു, ഇതിന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. വിതിൻ 3 months ആയപ്പോഴേക്കും അവർ കംപ്ലീറ്റ് പാട് പോയി. 1 മാസം ആയപ്പോഴേക്കും എൻ്റെ മറ്റു മരുന്നുകളെല്ലാം നിർത്തി. അവിടെ അറിയത്തില്ലാത്തതുപോലെ ഏകദേശം ക്ലിയറായെന്നുള്ളത്, മരുന്നില്ലാതെ. മറ്റത് ഇത്രയും നാളായിട്ട് 1.5-2 വർഷമായിട്ട് മരുന്ന് ഉപയോഗിച്ച് എല്ലാ ദിവസവും ഈ വെയിലും കൊള്ളിച്ച് അൾട്രാസൗണ്ട് എൻ്റെ ഇപ്പോൾ ഉണ്ടല്ലോ ലൈറ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അടുപ്പിച്ചൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ആൾക്ക് കംപ്ലീറ്റ് മാറാൻ പറ്റി. അപ്പം മാറുമ്പോൾ എന്താ ഗുണം എന്ന് ചോദിച്ചാൽ ഇമ്മ്യൂൺ സിസ്റ്റമാണ് കറക്റ്റ് ചെയ്യുന്നത്. ആ വെള്ളപ്പാണ്ട് മാറി എന്നുള്ളതല്ല ഇതിനകത്ത് വരുന്നത്, ആ ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ വെള്ളപ്പാണ്ടുള്ളവർക്ക് മറ്റ് ഓട്ടോഇമ്യൂൺ ഡിസീസസിലേക്കും ക്യാൻസറിലേക്കും ഒക്കെ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പം പലപ്പോഴും കേട്ടിട്ട് കാണും, ഇപ്പോൾ കേൾക്കാറുള്ളതാണ് ഈ വെള്ളപ്പാണ്ടുണ്ട്, അതെന്താ പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഉപയോഗിക്കും നമ്മൾ ഈ കോസ്മെറ്റിക്സ് നമ്മളുടെ കളറൊക്കെ തേച്ച് അതിന് അവർ അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും പലരും നടക്കുന്നത്. ഒത്തിരി പേരും ഉണ്ട് നമ്മുടെ ഇടയിൽ തന്നെ ഈ വെള്ളപ്പാണ്ട് ഉള്ളത് ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ നമ്മൾ ഈ ഈ കോസ്മെറ്റിക്സ് ഇട്ട് അതിൻ്റെ ആ കളർ ഫെയ്ഡ് ചെയ്ത് നടക്കുക. അപ്പോൾ ഈ കോസ്മെറ്റിക്സ് അതിലേക്ക് വീണ്ടും വരുമ്പോൾ അതും അതിന് ദോഷമാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം പ്രത്യേകിച്ച് ഓൾറെഡി ആ സ്കിന്ന് വീക്കായിട്ടിരിക്കുക, അതിലേക്കുള്ള കെമിക്കലും കൂടെ വന്നു കഴിയുമ്പോഴേക്കും അതിനകത്തൂടെ ഈസി ആയിട്ട് കയറിപ്പോകും, ഉള്ളിലേക്ക് ആ കെമിക്കലെല്ലാം കയറും. അപ്പോൾ അങ്ങനെ പലരുടെയും കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർ ക്യാൻസറിലേക്ക് പോകുന്നു. ഈ പിന്നെ വേറെ ഇതുണ്ട്, ചില ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ മരുന്നെടുത്തതിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് പലപ്പോഴും ഈ വെള്ളപ്പാണ്ട് പോലെയുള്ള രോഗങ്ങൾ വരുന്നു. കാരണം നമ്മൾ എന്ത് മരുന്നുകൾ എടുക്കുമ്പോഴും പ്രത്യേകിച്ച് ക്യാൻസറിൻ്റെ മരുന്നുകളൊക്കെ എടുക്കുന്നത് അതെല്ലാം ഇമ്മ്യൂൺ സിസ്റ്റത്തിന് സ്ട്രെസ്സാണ് വരുന്നത്. അപ്പോൾ അതുപോലെ വെള്ളപ്പാണ്ടോ ആർത്രൈറ്റിസോ അങ്ങനത്തെ മറ്റു രോഗങ്ങളിലേക്കും മാറാമെന്നുള്ളതാണ്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ക്യാൻസർ ആണേലും വെള്ളപ്പാണ്ടാണേലും ഇതൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ കുഴപ്പം കൊണ്ട് വന്നിരിക്കുന്നതാണ്. അവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പം ഓൾറെഡി ഒരു സ്കിന്നിന് അസുഖമുള്ളവർ പിന്നെ ഒരു കാരണവശാലും ഈ കോസ്മെറ്റിക്സ് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കരുത്, കഴിയുന്നതും സ്കിന്നിലിടരുത്. ഇപ്പം വല്ലതും പ്രൊഫഷണലി അത്യാവശ്യത്തിന് വല്ലതും ഉപയോഗിക്കേണ്ടി വരുവാണെങ്കിൽ ആ ഷോർട്ട് ടൈമിന് മാത്രം ഉപയോഗിച്ചിട്ട് അപ്പോൾ തന്നെ അത് വാഷ് ചെയ്ത് കളഞ്ഞ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അതുപോലെ വൺസ് ഇത്രയും ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉള്ളവർ നമ്മൾ ഈ സ്കിന്നിലൊക്കെ ഇപ്പം പലപ്പോഴും കാണാറുണ്ട്, ഈവൻ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും ആൾക്കാർ ഹെയർ സ്ട്രൈറ്റനിങ്ങും ഹെയറിൽ പല കെമിക്കൽ ആപ്ലിക്കേഷൻസും ഒക്കെ ചെയ്യുന്നു.
ഇതൊക്കെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ദോഷം വരുത്തും. അങ്ങനെ ഒരു രോഗമുള്ളവർ ഇങ്ങനത്തെ നമ്മൾ കോസ്മെറ്റിക് ആസ്പെക്റ്റിലുള്ള ഒരു സാധനങ്ങളും ഉപയോഗിക്കരുത്. ഇഫ് യു റിയലി വാണ്ട് ടു സർവൈവ് ആൻഡ് ഹെൽത്തി ആയിട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ. പലപ്പോഴും അത് പലർക്കും ഇങ്ങനെ ഒരുതരം അഡിക്ഷൻ പോലെയാണ് ഈ കോസ്മെറ്റിക്സ്. ഈവൻ ലിപ്സ്റ്റിക് അസുഖങ്ങളുള്ളവരോട് നമ്മൾ പറയും ഈ ആർത്രൈറ്റിസ് ഒക്കെ ഉള്ളവർ ലിപ്സ്റ്റിക് ഒക്കെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവർക്കതിൽ നിന്ന് നമ്മൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോളിൽ നിന്നും സ്മോക്കിങ്ങിൽ നിന്നും ഓവർകം ചെയ്യുന്നത് പോലെ അതിനേക്കാളും പാടാണ് ഈ കോസ്മെറ്റിക്സ് ഉപയോഗിച്ച് ശീലിച്ചവർക്ക് അതിനകത്തുനിന്ന് മാറാനായിട്ട്. അപ്പം അവരുടെ ആ എന്താ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ പോകുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഒരു കാര്യം അവർക്ക് സ്കിൻ ഡിസീസ് ഉള്ളവരും ക്യാൻസർ ഉള്ളവരും കിഡ്നി പ്രോബ്ലം ഉള്ളവരും ലിവർ പ്രോബ്ലം ഉള്ളവരും ഒന്നും ഒരു കാരണവശാലും നമ്മൾ കോസ്മെറ്റിക്സ് ഉപയോഗിക്കാതിരിക്കാൻ നോക്കും. പിന്നെ എന്തെങ്കിലും അത്ര ആവശ്യമായിട്ട് യൂസ് ചെയ്യാണ് അത് അതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വാഷ് ചെയ്ത് സ്കിന്നിൽ നിന്ന് അതിൻ്റെ ആ ഇമ്പാക്റ്റ് കളയാനായിട്ട് നോക്കുക. നമ്മുടെ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയായി. അടുത്ത ആഴ്ച ഇതേ സമയം വേറൊരു വിഷയവുമായിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.